ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട രാജേട്ടൻ, അതുപോലെ വേദിയിലിരിക്കുന്ന സമാനാധികാരായിട്ടുള്ള സുഹൃത്തുക്കളെ, സദസ്സിലുള്ള പ്രിയപ്പെട്ടവരെ, നേരത്തെ അല്ലൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കഥ ഇത് വായിച്ചു കഴിയുമ്പോൾ ഒട്ടും അപരിചിതത്വം നമുക്ക് തോന്നില്ല. ഒരുപക്ഷെ പുതിയ കാലത്തിൻ്റെ ഭാവുകത്വത്തിൻ്റെ സങ്കീർണതകളൊന്നും ഈ കഥകൾ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കില്ല. വളരെ സമാധാനത്തോടു കൂടി ഈ കഥ വായിക്കാൻ കഴിയുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. എന്നാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ന് വെച്ചാൽ നമ്മുടെ ജീവിത പരിസരത്തിൽ നിന്നും നമ്മൾ കണ്ട് മറന്നുപോയ, നമ്മുടെ ഓർമ്മകളിൽ എവിടെയൊക്കെയോ ഉണ്ടായിരുന്ന കുറേ മനുഷ്യരെ നമുക്ക് ഈ കഥയിൽ നിന്നും കണ്ടെടുക്കാൻ കഴിയും. ഒരു കഥാകൃത്ത് എന്ന നിലയിൽ രാജേട്ടൻ ഒരിക്കലും അദ്ദേഹം ഒരു കഥാകൃത്താണെന്ന് സ്വയം ഭാവിക്കുകയോ അല്ലെങ്കിൽ അത് സ്ഥാപിക്കുകയോ ചെയ്യാത്ത ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പലപ്പോഴും ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത് ഒരു കലാകാരൻ എന്നതിനേക്കാൾ കൂടുതൽ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിലാണ്. അതെൻ്റെ ഒരു കുറവായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഥകൾ വലിയ കനമുള്ള കഥകളാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സങ്കീർണമായിട്ടുള്ള ഒരു വായനാനുഭവമല്ല, മറിച്ച് ആ വായനാനുഭവം നമ്മുടെ ഉള്ളിൽ തട്ടുന്ന ഒരു അനുഭവമായിട്ട് ഞാൻ ഈ കഥ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ സങ്കടമാണ് സത്യത്തിൽ തോന്നിയത്. നമ്മുടെ ഉള്ള സമാധാനം കൂടി പോയോ എന്നൊരു സംശയമാണ് ഈ കഥ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം ഇതിലെ മനുഷ്യരൊന്നും അങ്ങനെ ജീവിതത്തിൻ്റെ വലിയ വിജയങ്ങളിലൂടെ കടന്നുപോയ മനുഷ്യരല്ല. ഒരുപക്ഷെ ഇതിൽ കാണുന്ന മനുഷ്യരധികവും നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ പരാജിതരായ മനുഷ്യരായിരിക്കും. അങ്ങനെ വലിയ വിജയങ്ങൾ നേടിയ മനുഷ്യരല്ല. ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു 90-കൾക്ക് ശേഷമുള്ള ഒരു ആഗോളവൽക്കരണ കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പണം എല്ലാത്തിനെയും നിയന്ത്രിക്കുകയും പണമെല്ലാം ഭരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്ത് ഇത്തരത്തിൽ ചില മനുഷ്യർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ ഓർമ്മപ്പെടുത്തൽ. ഇപ്പോൾ നമ്മൾ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം, ചരിത്രത്തിനകത്ത് അടയാളപ്പെടുത്തപ്പെട്ട മനുഷ്യർ എന്ന് പറയുന്നത് പദവിയിലോ പണത്തിലോ ഒക്കെ ഏതെങ്കിലും ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്ന മനുഷ്യരാണ് നമ്മളെപ്പോഴും ഓർക്കാറ്. പക്ഷേ അതല്ലാതെ നമ്മുടെ ദേശത്തിന്റെ ചരിത്രം നിർമ്മിച്ച ഒരുപാട് മനുഷ്യരുണ്ട്. ആ മനുഷ്യർ പലപ്പോഴും നമ്മുടെ ഓർമ്മകളിൽ ഉണ്ടാവാറില്ല, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ നമ്മുടെ വർത്തമാനങ്ങളിൽ എപ്പോഴെങ്കിലും കടന്നു വരിക എന്നതിനപ്പുറത്തേക്ക് അവർ അടയാളപ്പെടുത്തപ്പെട്ടിട്ടില്ല. എവിടെയും അത്തരം മനുഷ്യരെ, ഇതിലിപ്പോൾ ഒരുപാട് കഥാപാത്രങ്ങൾ അങ്ങനെയുണ്ട്, ഒട്ടും ഒരു അടയാളപ്പെടുത്താതെ അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മുടെ ഇടയിൽ ജീവിച്ചിരുന്ന ആളുകളെയാണ് ഈ കഥ അടയാളപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. അതായത് ഞാൻ പറഞ്ഞു വന്നത്, ഇതിൽ 9 കഥകളുണ്ട്. ഈ 9 കഥകളിലും നമ്മൾ കാണുന്ന മനുഷ്യർ നമ്മുടെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ കൂടെ നമുക്ക് വളരെ പരിചിതമായ, എനിക്കൊക്കെ തോന്നുന്നു ഈ കഥ വായിക്കുമ്പോൾ ഈ കഥയിൽ ഓരോ മനുഷ്യരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാണ്. ഒരു 10-20 വർഷം മുമ്പുള്ള അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന സീനിയർ ആയിട്ടുള്ള ആളുകൾക്ക് ഈ കഥ ഒരുപക്ഷെ അവരുടെ ജീവിതത്തിന്റെ അനുഭവമായിരിക്കും. കഥ എന്നതിനേക്കാൾ കൂടുതൽ അവരെ കണ്ടും പരിചയിച്ചും അവര് ഒരുമിച്ച് ജീവിച്ചു പോയ മനുഷ്യരായിരിക്കും ഇതിലെ കഥാപാത്രങ്ങൾ എന്നുള്ളതാണ്. അത്തരത്തിൽ നമ്മളോട് വളരെ അടുത്ത് നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് ഈ കഥയിലെ കഥാപാത്രങ്ങൾ, അല്ലെങ്കിൽ ഇതിലെ കഥ അങ്ങനെയാണ്. ഇതിലെ 3 കഥകൾ, ഏതാണ്ട് 3 കഥകളാണെന്ന് തോന്നുന്നു കോവിഡ് കാലത്ത് അല്ലെങ്കിൽ ആ ഒരു പശ്ചാത്തലം വരുന്ന കഥകളായിട്ടുള്ളത്. ബാക്കി കഥകളൊക്കെ കുറേ കൂടി പഴയ കാലത്ത് എഴുതപ്പെട്ട കഥകളാണ്. അതിൽ ആദ്യത്തെ കഥ, ഞാൻ വളരെ കുറച്ച് സമയം തന്നെ എടുക്കുന്നുള്ളൂ. ആദ്യത്തെ കഥ വെയിലിൽ കാറ്റ് വരയ്ക്കുമ്പോൾ എന്ന് പറയുന്ന കഥയാണ്. 2 മനുഷ്യർ നടക്കാനിറങ്ങുമ്പോൾ കണ്ടുമുട്ടുന്ന, ഒരു പക്ഷേ അവർ വിചാരിക്കുന്നത് അങ്ങനെ കണ്ടുമുട്ടുന്ന മനുഷ്യർ വളരെ പെട്ടെന്ന് തന്നെ മറ്റ് മനുഷ്യർ, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ സിങ്കാവെന്നൊക്കെ പറയില്ലേ, വളരെ പെട്ടെന്ന് തന്നെ അവരടുക്കുന്നതാണ്, മനസ്സുകൊണ്ട് അവരടുക്കുന്നതാണ്. അപ്പൊ ആ കഥയിലെ അല്ലെങ്കിൽ അതിലെ ഒരാൾ വളരെ കാലങ്ങൾക്ക് ശേഷം തന്റെ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. 2 വയസ്സുള്ളപ്പോൾ തന്റെ നാട്ടിൽ നിന്നും നാട് വിട്ടുപോയ അയാൾ തിരിച്ചു വരുന്നത് തന്റെ ഭൂതകാലം തേടിയാണ്. ഭൂതകാലം തേടി എന്ന് പറയുമ്പോൾ തന്റെ വീടിരിക്കുന്ന സ്ഥലം, തന്റെ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ, ഇങ്ങനെയുള്ള തന്റെ ഭൂതകാലം. പക്ഷെ അയാൾക്ക് ഒട്ടും അത് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. എവിടെയാണ് തന്റെ ഭൂതകാലം ഇരിക്കുന്നത്? തന്റെ വീടിരുന്ന സ്ഥലം പോലും കാണാൻ കഴിയുന്നില്ല. 42 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ എവിടെയാണ് താൻ ജീവിച്ച ഇടം എന്ന് അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അത്രമേൽ മാറിപ്പോയി ആ സ്ഥലം. എന്നാലും അദ്ദേഹം അന്വേഷിക്കുകയാണ്. ഈ നടത്തത്തിനിടയിൽ കണ്ടുമുട്ടുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്ത് സുധാകരനും രാമുട്ടിയുമാണ്, അല്ലെ? സുധാകരനും രാമുട്ടിയുമാണ്. അപ്പോൾ സുധാകരനാണ് ഇതിൽ തിരിച്ചു വരുന്ന ആൾ. അദ്ദേഹം തൻ്റെ വീടിരിക്കുന്ന സ്ഥലം എവിടെയായിരിക്കും എന്നുള്ള സാധാരണ വർത്തമാനത്തിനുള്ളിൽ അദ്ദേഹം പറയുകയാണ്, ഞാനിങ്ങനെ തിരിച്ചു വന്നത് എനിക്ക് ഇന്ന ഒരു ഉദ്ദേശം കൂടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്ത്, അദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്ന ആൾ
ആ അദ്ദേഹത്തിൻ്റെ ഭൂതകാലം തികഞ്ഞു കൊണ്ടുവരികയാണ്. ഒരിക്കലും അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ കഴിയാതിരുന്ന അദ്ദേഹത്തിന്റെ ഭൂതകാലം, അദ്ദേഹത്തിന്റെ അച്ഛനെ കുറിച്ചുള്ള ഒരുപാട് ഓർമ്മകൾ. അച്ഛൻ ഒരു വലിയ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. ജീവിതത്തിന്റെ പ്രതിസന്ധികളല്ല, ഒരു പക്ഷേ ഒരു തരത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതം വലിയ പ്രതിസന്ധികളിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം മുഴുമിപ്പിക്കുക എന്ന് വെച്ചാൽ വലിയ പദവികൾ എത്തുന്നില്ല എന്നുള്ളത് മാത്രമാണ്. പക്ഷെ അദ്ദേഹം എപ്പോഴും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് ജീവിതാവസാനം വരെ ജീവിച്ച ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനെ കുറിച്ചുള്ള ഓർമ്മകൾ, അദ്ദേഹം എങ്ങനെയാണ് ആ ദേശത്തിന്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയാണ്. പക്ഷെ ആ കഥ, ആ അച്ഛനെ കുറിച്ചുള്ള കഥ മുഴുമിപ്പിക്കാൻ സുധാകരൻ എന്ന് പറയുന്ന ആ മകൻ അദ്ദേഹം മുഴുവൻ അത് കേട്ട് നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. കഥ പറഞ്ഞ് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അപ്രത്യക്ഷനായ സുധാകരൻ എവിടെയോ പോയി മറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു കഥ. ഒരു പക്ഷേ അതും ഈ പറഞ്ഞതുപോലെ വളരെ പൊളിറ്റിക്കലാണ് കഥ. അതിനപ്പുറത്ത് മറ്റൊരു കഥ എന്നെ ഏറ്റവും ആകർഷിച്ചൊരു കഥ ദൈവദശകം എന്ന് പറയുന്ന ഒരു കഥയാണ്. ദൈവദശകം എന്ന് പറയുന്ന കഥയിൽ ഇതുപോലെ രണ്ട് സുഹൃത്തുക്കളുടെ സംഭാഷണം. ഒരു സുഹൃത്ത്, ഞാൻ ഇങ്ങനെ ഒരു കഥയെ ഇടരീതി പരിശോധിച്ച് നിങ്ങളോട് പറയുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം. ആ കഥയെ ഒന്ന് ചെറുതായി പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രമാണ്. കഥ ഓരോരുത്തരും അവരവരുടെ ഉള്ളിൽ അനുഭവിക്കേണ്ടതാണ്. ഞാൻ വായിച്ച രീതിയോ ഞാൻ അനുഭവിച്ച അനുഭവമോ അല്ല നിങ്ങൾക്കായിരിക്കില്ല ഈ കഥ. എന്നാലും നിങ്ങളെ ഒന്ന് ചില കഥകൾ പരിചയപ്പെടുത്തുകയാണ്. ഇതിനകത്ത് ഈ ദൈവദശകം എന്ന് പറയുന്ന കഥയിൽ ദാസൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. ദാസൻ ഇപ്പോൾ ഗൾഫിലാണ്. അദ്ദേഹം ഗൾഫിൽ ഒരു ജോലി ചെയ്യുന്ന ദാസൻ അദ്ദേഹത്തിന്റെ സുഹൃത്ത് അദ്ദേഹത്തിനെ സ്വപ്നം കാണുകയാണ്. അദ്ദേഹം മരിച്ചുപോയി എന്ന സ്വപ്നമാണ് അദ്ദേഹം കാണുന്നത്. എന്നാൽ ആ അദ്ദേഹം മരിച്ചു പോകുന്നില്ല, അദ്ദേഹം മരിച്ചു പോയിട്ടില്ല, അദ്ദേഹം സ്വപ്നത്തിലാണ് കാണുന്നത്. ആ സ്വപ്നം കണ്ടെണീറ്റ അസ്വസ്ഥതയിൽ ആ സുഹൃത്ത് ദാസനെ വിളിക്കുകയാണ്. അപ്പോൾ ദാസൻ വർത്തമാനം പറഞ്ഞു തുടങ്ങിയപ്പോൾ ഈ പറഞ്ഞതുപോലെ തൻ്റെ നാടിൻ്റെ ഭൂതകാലത്തിലേക്കാണ് ഈ വർത്തമാനം കൊണ്ട് ചെന്നെത്തിക്കുന്നത്. അപ്പോൾ ഒരുപാട് മനുഷ്യർ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. സ്ത്രീകളും പുരുഷന്മാരും വയസ്സായവരും അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യർ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോഴാണ് അത് അങ്ങനെ വർത്തമാനം പറഞ്ഞ ആ വർത്തമാനം പിന്നീട് തുടരുമ്പോൾ അത് ഇതിനകത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെ ശ്രീനാരായണ ധർമ്മസംഘത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യം ദാസൻ ഈ ശ്രീനാരായണ ധർമ്മസംഘത്തിൻ്റെ ഒരു പ്രവർത്തകനായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പ്രചാരകനായിരുന്നു എന്നും ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പടം വെച്ച് എല്ലാ വീട്ടിലും ചെന്ന് അത് കൊണ്ടു നടന്ന ഒരു ആചാരത്തെക്കുറിച്ച് അങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ ദാസൻ തന്നെ പിന്നീട് നല്ല മുദ്രാവാക്യം വിളിക്കുന്ന ഒരു വിപ്ലവകാരിയായി മാറുന്നുണ്ട്. ഇതിനിടയിലൊക്കെ ജാതി വലിയ അളവിൽ കടന്നു വരുന്നുണ്ട്. ഞാൻ ആ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് പരാമർശിക്കാം. ജാതി നമുക്കറിയാം, നമ്മുടെ പുരോഗമന കേരളം ഉണ്ടായത് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെയും അതുപോലെ തന്നെ പുരോഗമന നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ സ്വാധീനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പുരോഗമന കേരളം രൂപപ്പെട്ടത്. പക്ഷേ ഇത്തരം പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വലിയ മാറ്റത്തെ മറന്നുകൊണ്ടല്ല, എന്നാലും ഇതിനിടയിൽ കടന്നു വരുന്ന ജാതി നമ്മളെ അസ്വസ്ഥപ്പെടുത്തും, വളരെ വലിയ തോതിൽ അസ്വസ്ഥപ്പെടുത്തും. കാരണം ഇതിനകത്ത് രണ്ട് അമ്പലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് അവർണന്റെ അമ്പലവും ഒന്ന് സവർണന്റെ അമ്പലവും. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അവർണന്റെ അമ്പലം ക്രമേണ സവർണൻ അതിലേക്ക് എത്തുകയും അല്ലെങ്കിൽ അത് അവരുടേതാക്കി മാറ്റുകയും അവർണൻ വെറും അവർണനായി നിൽക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ അടിസ്ഥാന വർഗ്ഗക്കാരൻ എപ്പോഴും അത്തരത്തിൽ അടിസ്ഥാന വർഗ്ഗക്കാരനായി നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് ഒരു അമ്പലത്തെ കുറിച്ച് പറയുന്നുണ്ട്. കണ്ടന്റെ അമ്പലവും ഭഗവതിയുടെ അമ്പലവും. ഈ ഭഗവതിയുടെ അമ്പലത്തിലേക്കാണ് സവർണരൊക്കെ പോയിരുന്നത്. കണ്ടന്റെ അമ്പലത്തിലേക്ക് പോയിരുന്നതും അവിടെ ആരാധന നടത്തിയതും ഒക്കെ അടിസ്ഥാന വർഗ്ഗക്കാരായിട്ടുള്ള ആളുകളാണ്. അവിടെ നിവേദ്യം, കള്ളും അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു. ക്രമേണ ഈ അമ്പലം സവർണനെ ഏറ്റെടുക്കുകയും അവിടുത്തെ നിവേദ്യവും പൂജയും ഒക്കെ അവർ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു കാലം വരുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഇത്തരത്തിലുള്ള ഇടങ്ങൾ പലപ്പോഴും ഇത്തരം ഏറ്റെടുപ്പുകളുടെ ഇടങ്ങളായിട്ടായിരുന്നു. അപ്പോഴും ഇത് എന്താണ്, അവിടെയും ഈ അടിസ്ഥാന വർഗ്ഗക്കാരൻ അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു. അപ്പോൾ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദാസൻ ഒരു കാലത്ത് വഴിപ്രാർത്ഥന നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദർശനത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന ചൊല്ലി നാട് നീളെ നടന്നിരുന്ന ദാസൻ പിന്നീട് വിപ്ലവകാരിയായി
അരി തരാത്ത, പണി തരാത്ത, തുണി തരാത്ത ഭരണമേ എന്ന് മുദ്രാവാക്യം വിളിച്ച ഒരു ദാസനായി മാറിയെന്നും, എന്നാൽ ആ ദാസൻ ഒരു ഗൾഫിലൊക്കെ പോയി ജോലിയൊക്കെ ചെയ്ത് വലിയ സമ്പാദ്യമൊക്കെ ആയപ്പോൾ ഒരു ഫ്ലാറ്റ്, പണ്ട് തങ്ങളുടെ ഓർമ്മകൾ കുഴിച്ചിട്ട സ്ഥലത്ത്, അവിടെ പൊട്ടിയാട്ടുമ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാറുള്ള സ്ഥലം എന്നാണ് ഇത് പറയുന്നത്. ആ സ്ഥലത്ത് ഒരു 14 നില മാളിക ഫ്ലാറ്റ് ഉയർന്നപ്പോൾ അതിൽ ഒരു ഫ്ലാറ്റ് തനിക്ക് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പറയുന്നത് അവിടെ നിങ്ങളെ പോലുള്ള ജാതിക്കാർക്കൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുണ്ടാക്കിയിട്ടുള്ള പുരോഗമനവും നമ്മളുണ്ടാക്കിയിട്ടുള്ള നവോത്ഥാനവും ഒക്കെ എവിടെ നിൽക്കുന്നു എന്നുള്ള ഒരു ആലോചന കൂടി അത്തരത്തിലൊരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു കഥയാണ്. ആ കഥയും ഈ പറഞ്ഞതുപോലെ ആ കഥയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇതിലൊരു ചെറിയ ഭാഗം ഞാൻ വായിക്കാം. ഈ 7 ദിവസം ശ്രീനാരായണ ഗുരുവിൻ്റെ ആ ചിത്രവും കൊണ്ട് നടന്ന ആ പ്രാർത്ഥനയുടെ 7 ദിവസം കഴിയുമ്പോൾ ചില ദിവസങ്ങളിൽ അവിടെ വിശേഷമായിട്ട് പായസം ഉണ്ടാവും. അവസാനത്തെ ദിവസം സംക്രാന്തിയുടെ അന്ന് പ്രാർത്ഥന തീരുമ്പോൾ ഗോതമ്പ് പായസമടക്കം 4 വെച്ച് സദ്യ ഉണ്ടാവും. സദ്യ ഉണ്ണാൻ അന്ന് വലിയ നായന്മാരൊക്കെ മേനി പറയാറുള്ള കോലോക ചന്ദ്രനും ഈശ്വരത്തെ മുരളിയും ആദ്യ പന്തിയിൽ തിരക്കി കയറും. സദ്യയുടെ പന്തിയിൽ ഈ ജാതി ഒന്നും ഇല്ല എന്നും, വിശക്കുമ്പോ ചോറിന് എന്ത് ജാതിയല്ലേ ചന്ദ്ര എന്ന് അവർ പരസ്പരം പറയും. ആ സമയത്ത് മാത്രമേ അവരുടെ ഉള്ളിൽ നിന്നും ആ ജാതി പോകുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കഥയും അതുപോലെ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്ന് പറയുന്ന ഈ കഥ, അത് ഈ പറഞ്ഞതുപോലെ നന്നായി കളിച്ച്, ഇപ്പൊ നമുക്കറിയാം നന്നായി കളിച്ചതിനല്ല പലരും ആദരിക്കപ്പെടുക, അല്ലെങ്കിൽ നന്നായി കളിച്ചവരൊന്നും പലപ്പോഴും ആദരിക്കപ്പെട്ടിട്ടില്ല. അതിപ്പോ നമ്മുടെ കായിക വേദിയിലാണെങ്കിലും കലാവേദിയിലാണെങ്കിലും ജീവിതത്തിന്റെ വേദിയിലാണെങ്കിലും പലപ്പോഴും നന്നായി ആത്മാർത്ഥതയോടുകൂടി കളിച്ച മനുഷ്യർ വിസ്മരിക്കപ്പെടാറുണ്ട്. അതുപോലെയല്ല ഒരു അല്ലെങ്കിൽ ഒരു മറക്കലാണ് ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലെ ചേക്കു എന്ന് പറയുന്ന വളരെ ശേഷിയുള്ള, വളരെ വളരെ മികവുള്ള ഒരു കളിക്കാരൻ, ഫുട്ബോൾ കളിക്കാരൻ. പലപ്പോഴും അയാൾക്ക് ഒരുപാട് ഓഫറുകൾ വന്നിട്ടും, അയാൾ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലാണ് അയാൾ കളിച്ചിരുന്നത്, പക്ഷെ അതിനേക്കാൾ വലിയ ഓഫറുകളൊക്കെ വന്നിട്ടും ആ ഓഫറുകളെയൊക്കെ നിരസിച്ചുകൊണ്ട് താൻ കളിച്ച വേദിയിൽ വളരെ ആത്മാർത്ഥതയോടുകൂടി കളിച്ച ഒരു കളിക്കാരനെ കാലം എങ്ങനെയാണ് മറന്നുപോയത്. പലപ്പോഴും കാലം അങ്ങനെയാണ് അല്ലെ, നന്നായി കളിച്ചവരെ ജീവിതത്തിൽ വളരെ ആത്മാർത്ഥതയോടുകൂടി സത്യസന്ധതയോടുകൂടി, എന്നാൽ അതിൻ്റെ പദവിയോ വരുമാനമോ മറ്റ് ഇതൊന്നും ആഗ്രഹിക്കാതെ സത്യസന്ധമായി ജീവിതം കളിച്ചവരിൽ പലപ്പോഴും വിസ്മരിക്കപ്പെടും. അങ്ങനെ വിസ്മരിക്കപ്പെട്ട ഒരു കഥാപാത്രമാണ് ചേക്കുവിനെ നമ്മുടെ ഇടയിൽ നമുക്ക് കാണാം. നമ്മുടെ കൂട്ടത്തിൽ പല മേഖലകളിലും അത്തരം ചേക്കുമാരുണ്ട് എന്നുള്ളതാണ്. ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്ന് പറയുന്ന കഥ അതിന് വളരെ മികച്ച ഒരു കഥയാണ്. കാരണം ഈ കഥയിലൊക്കെ കാണുന്ന കഥാപാത്രങ്ങളൊക്കെ ജീവിതത്തിന്റെ വലിയ കളിക്കളങ്ങളിൽ അങ്ങനെ വിജയിച്ചു നിന്നവരല്ല, പക്ഷെ അവരുടെ വീഴ്ചയ്ക്ക് ഒരു അന്തസ്സുണ്ടായിരുന്നു. ആ അന്തസ് എന്ന് പറയുന്നത് അവരുടെ കളിയോടും അവരുടെ ജീവിതത്തോടും എത്രമാത്രം നീതി പുലർത്തി എന്നുള്ള ആ അന്തസ് ഉയർത്തിപ്പിടിക്കുന്ന ഒരു കഥാപാത്രമാണ് ചേക്കു. മറ്റൊരു കഥയാണ് മരണസന്നിധി എന്ന് പറയുന്ന കഥ. ആ കഥയും ഇതുപോലെ വലിയ വേദനാദി, വലിയ വിഷമം നമ്മുടെ ഉള്ളിലുണ്ടാക്കി ഉള്ള ഒരു കഥ. അല്ലെങ്കിൽ അത് വല്ലാത്തൊരു, ഇപ്പൊ നമുക്കറിയാലോ, വയസ്സായ ആളുകൾ അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന ഒറ്റപ്പെടൽ, അവരനുഭവിക്കുന്ന ഒരു വല്ലാത്ത ആകുലതകൾ, അത് കാണാൻ മനുഷ്യരൊന്നും നിൽക്കാത്ത ഒരു കാലത്താണ്. ഇപ്പോൾ വയസ്സായവരെന്ന് മാത്രമല്ല, മനുഷ്യർ പരസ്പരം ആകുലതകളൊന്നും പങ്കുവെക്കുകയോ പറഞ്ഞു നിർത്തുകയോ ചെയ്യാത്ത ഒരു കാലത്ത് ജീവിക്കുന്ന മനുഷ്യരെന്ന നിലയിൽ ഇതിൽ വരുന്ന ചില മനുഷ്യർ, അദ്ദേഹത്തിന്റെ പേര് മാധവ് മാഷാണ്. മാധവ് മാഷ് എങ്ങനെയാണ് ജീവിതത്തിന്റെ പടികൾ ഇറങ്ങി പോകുന്നത്. കോവിഡ് കാലത്ത് ലോക്ക്ഡൗണിൽ ഒറ്റപ്പെട്ടു പോയ മാഷ്, തൻ്റെ സുഹൃത്തുക്കളുമായിട്ട് സായാഹ്നം ചെലവഴിച്ചിരുന്ന മാധവ് മാഷ്, അതുമാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏക ആശ്വാസം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ മകളോ പേരക്കിടാങ്ങളോ ഇവരൊന്നും അദ്ദേഹത്തിന്റെ ജീവിതവുമായിട്ട് ഇഴചേർന്ന് നിൽക്കുന്നില്ല. അവരൊക്കെ അവിടെ ഉണ്ട്, പക്ഷേ അദ്ദേഹത്തിന്റെ ആകുലതകളൊക്കെ പങ്കുവെച്ചിരുന്നത് ലാസർ എന്ന് പറയുന്ന അല്ലെങ്കിൽ മറ്റൊരു അത്തരത്തിലുള്ള ചില അദ്ദേഹത്തിന്റെ സമാന മനസ്കരോ സമാന വയസ്കരോ ആയിട്ടുള്ള ആളുകളുമായിട്ടാണ് അദ്ദേഹം പങ്കുവച്ചിരുന്നത്. എന്നാൽ ലോക്ക്ഡൗൺ കാലത്ത് ആ ജീവിതം എങ്ങനെയാണ് മാറിപ്പോകുന്നത്. ഇതിൽ അവസാനത്തെ ഭാഗം വളരെ പ്രയാസകരമായിട്ടുള്ളൊരു ഭാഗമാണ്. ലാസർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തുമായിട്ട് അല്ലെങ്കിൽ 4-5 സുഹൃത്തുക്കൾ ഒരുമിച്ച് നിന്ന് കഥ പറയുന്ന സമയത്തേക്കാണ് പോലീസുകാർ വരുന്നത്.
ലോക്ക്ഡൗൺ കാലത്ത് വീട്ടിലിരിക്കണമെന്ന് എന്നുള്ള തീവ്ര ശാസനയുമായി പോലീസുകാർ വരുന്ന ആ സമയത്താണ് അവസാനമായി കണ്ടത്. അവസാനമായി കാണുമ്പോൾ ലാസർ പറഞ്ഞു മുഴുവിപ്പിക്കാതിരുന്നൊരു കഥയുണ്ട് അല്ലെ, സരസം എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് ഒരു കഥ, ഒരു സാധാരണ ഒരു എന്താണ് വിനോദ് ഇതുപോലെ പറയുന്ന ഒരു കഥ. ആ കഥയിൽ കയറിയാണ് അദ്ദേഹത്തിന്റെ അവസാന നിമിഷത്തിലേക്ക് പോകുന്നത്. ആ ഭാഗവും ഞാൻ വായിക്കാൻ വിട്ടത് നിർത്താം. നോക്കൂ, മാഷിക്ക് എഴുന്നേൽക്കാൻ തോന്നി. അപ്പോഴതാ വികൃത ജീവി തൊട്ടപ്പുറത്ത്, അദ്ദേഹം നേരത്തെ പറഞ്ഞൊരു കഥയാണ്, ആ കഥയെ തൂങ്ങിയാണ് ജനലിലൂടെ തുറിച്ചു നോക്കുന്നു. മുഖം പോത്തിന്റെ പോലെ, സ്പ്രിങ്ങിലെന്ന പോലെ, കൈകൾ മാഷെ തൊട്ടില്ലെന്ന മട്ടിൽ. അങ്ങനെ ആകാശത്തു നിന്നും പുറപ്പെട്ട വെളിച്ചത്തിൽ നടവഴിയെ പുകയൊന്നിർത്ത് ഒരു ബസ് ഇരമ്പിരുന്നു. ലാസർ നേരത്തെ അദ്ദേഹം സംസാരിച്ച ലാസർ ബസ് ജീവനക്കാരനായ ബസ് ഡ്രൈവറായ ആ ലാസറിന്റെ ഓർമ്മയുമായി, അല്ലെങ്കിൽ ആ സമയത്തെ ഓർമ്മയുമായിട്ട് ജീവിതത്തിന്റെ പടികൾ ഇറങ്ങി പോകുന്ന ഒരു മാധവ മാഷ്ട കഥ. ഉപ്പുഭരണികൾ എന്ന് പറയുന്ന മറ്റൊരു കഥ. അത് കുറേ കൂടി വ്യത്യസ്തമായ ഒരു കഥയാണ്. മരിച്ചവരുടെ ലോകം. എങ്ങനെയാണ് ഒരു എഴുത്തുകാരി അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മരിച്ചവരായ മനുഷ്യരെ കുറിച്ചാണ്. നമ്മുടെ ഉള്ളിൽ നിന്നും മരിച്ച മനുഷ്യരൊക്കെ അങ്ങനെ ഇറങ്ങിപ്പോയാൽ പിന്നെ നമ്മൾ ഈ ഓർമ്മകളൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നത് നമുക്കറിയാമല്ലോ. ഓർമ്മകൾ മരിച്ചു പോയാൽ പിന്നെ മരിച്ചവരെവിടെയാണ് ജീവിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ഓർമ്മകൾ, മരിച്ച മനുഷ്യരെ കുറിച്ചുള്ള ഓർമ്മകളാണ് അവരെ നമ്മുടെ ഉള്ളിൽ ജീവിപ്പിക്കുന്നത്. ആ ഓർമ്മകൾ കൂടി മരിച്ചു പോയാൽ എങ്ങനെയാണ് മരിച്ച മനുഷ്യർ ജീവിക്കുക? ആ മരിച്ച മനുഷ്യർ ജീവിക്കുന്ന ഒരു കഥയാണ് ഈ കഥ. അതും നിങ്ങളുടെ വായനയ്ക്ക് വേണ്ടി വെക്കുകയാണ് ഞാൻ. അത് സമയക്കുറവ് കൊണ്ട് അതിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. എന്നാൽ ഈ കഥയുടെ അവസാനത്തിൽ ആ ഓർമ്മകൾ, ഈ കഥ അല്ലെങ്കിൽ ഈ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ കഥ വായിച്ചു കൊണ്ടിരിക്കുന്ന, ഈ കഥ എഴുതിയ ആളുടെ സുഹൃത്ത് കൂടി അതിലേക്ക് വീണു പോകുന്നു എന്നുള്ളതാണ്. ഒരു അതിയാഥാർത്ഥ്യവും അതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു അതീന്ദ്രിയ യാഥാർത്ഥ്യവും ഒക്കെ വരുന്ന ഒരു കഥയാണ്. മറ്റൊന്ന് ആഖ്യാനക്ഷമമല്ലാത്ത ജീവിതങ്ങൾ എന്ന് പറയുന്ന കഥയാണ്. ഈ കഥയിൽ മാധവി ടീച്ചറുടെ കഥയാണ്. അത് രാമചന്ദ്രന്റെ കഥയാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തെ എഴുതിയത്? അവസാന നിമിഷം, അല്ലെങ്കിൽ തൻ്റെ കൂടെ 8ാം ക്ലാസ്സിൽ പഠിച്ച ഒരു മനുഷ്യന്റെ അടുത്തേക്ക് ഒരുപാട് കാലത്തിന് ശേഷം ഒരുപാട് കാലത്തിന് ശേഷം അല്ലേ, നമ്മളൊക്കെ സുഹൃത്തുക്കളൊക്കെ സംഗമിക്കുന്നവരാണ്. പലപ്പോഴും സ്കൂളുകൾ, കോളേജുകളിലൊക്കെ ഇത്തരത്തിലുള്ള സംഗമങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരു സംഗമവേദി അല്ല ഇത്. ഈ സംഗമം എന്ന് പറയുന്ന അത്തരത്തിലുള്ള ഒരു സംഗമവേദിയിലല്ല. ഇതിൽ ഒരു മനുഷ്യൻ, രാമചന്ദ്രൻ, അദ്ദേഹത്തിന്റെ 8ാം ക്ലാസ്സിൽ അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ച ഒരു സുഹൃത്തിന്റെ അടുത്തേക്ക് വളരെ കാലത്തിന് ശേഷം, ഒരുപാട് കാലത്തിന് ശേഷം, നരച്ചതിന് ശേഷം ഒരു കെട്ട് കടലാസുമായിട്ട് ചെല്ലുകയാണ്. ആ കടലാസിൽ അദ്ദേഹത്തിന്റെ ആത്മമാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് ഈ പറഞ്ഞതുപോലെ അങ്ങനെ പറയേണ്ട കഥയല്ല, അത് നമ്മൾ അനുഭവിക്കേണ്ട ഒരു കഥയാണ്. എങ്ങനെയാണ് ചില മനുഷ്യർ ജീവിതത്തിൽ ഒന്നുമല്ലാത്തവരായി പോകുന്നത്. അതും അത്തരത്തിൽ ഇതിലെ കഥാപാത്രമായിട്ടുള്ള രാമചന്ദ്രൻ, അതും നമ്മുടെ ഉള്ളിൽ ഒരു വേദന അവശേഷിപ്പിച്ച് എവിടേക്കോ ഇറങ്ങിപ്പോയ രാമചന്ദ്രൻ, പിന്നീട് രാമചന്ദ്രന്റെ വിവരങ്ങളൊന്നും കിട്ടുന്നില്ല. ആ കടലാസ് വായിച്ചു തീരുമ്പോഴേക്കും ഒരു എഴുത്താണ് അദ്ദേഹത്തിന് വരുന്നത്. വളരെ ശുഷ്കാന്തിയോടുകൂടി നിങ്ങൾ ആ കടലാസ് വായിക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു പോയ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഒരു കത്ത് വരികയാണ്. അത് ഈ ജീവിതം അതൊരു കഥയാണ്, അല്ലെങ്കിൽ ഈ കഥയിൽ എന്ത് കാര്യം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കത്ത് വരുന്നതാണ് ഇതിൽ. പക്ഷെ ഒരുപാട് കഥകൾ അതിൽ വേറെ വരുന്നുണ്ട്. അതിനകത്ത് തന്നെ പല കഥകളും വരുന്നുണ്ട്. മറ്റൊരു കഥ പാരീസ് മിഠായി എന്ന് പറയുന്ന കഥയാണ്. ഇതുപോലെ തന്നെ വളരെ മുതിർന്ന ചില മനുഷ്യർ അവരുടെ ചെറുപ്പകാലത്ത് നെയ്തുകൂട്ടിയ ഒരുപാട് ഓർമ്മകൾ. ഇതിൽ പാരീസ് മിഠായി നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. പച്ചക്കടലാസ് ചുറ്റി വരുന്ന പാരീസ് മിഠായി. ആ പാരീസ് മിഠായി എങ്ങനെയാണ് ഒരു കുട്ടി, ആ പാരീസ് മിഠായി എന്ന് പറയുന്ന കഥയിൽ എങ്ങനെയാണ് ഒരു കുട്ടി തൻ്റെ ബാല്യകാലത്തെ ഓർമ്മിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ ആ ബാല്യകാലം എങ്ങനെയാണ് മോനു എന്ന് പറയുന്ന ഒരു കുട്ടി അവൻ നെയ്തെടുക്കുന്ന ചില സ്വപ്നങ്ങൾ. സ്വിച്ച് ഓഫ് എന്ന് പറയുന്ന മറ്റൊരു കഥ. ആ സ്വിച്ച് ഓഫ് എന്ന് പറയുന്ന കഥയും ഇതുപോലെ ലോക്ക്ഡൗൺ കാലത്ത് എഴുതിയ ഒരു കഥയാണ്. ഇതുപോലെ ഒരുപാട് ഉത്കണ്ഠകളെ, ഒരുപാട് ആവലാതികളെ, ഒരുപാട് സങ്കടങ്ങളെ മനസ്സിൽ ബാക്കിയാക്കുന്ന ഒരു കഥയാണ് സ്വിച്ച് ഓഫ്. ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന, ഇനി സംഭവിച്ചിരിക്കാവുന്ന, ഞാൻ പറഞ്ഞത് ഈ ജീവിതത്തിന്റെ ഒരു പൊതു സ്വഭാവം അനുസരിച്ച് ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യർ. പ്രഭാകരനും ജയനാഥൻ എന്ന് പറയുന്ന 2 സുഹൃത്തുക്കൾ. ലോക്ക്ഡൗൺ കാലത്ത് ഒറ്റപ്പെട്ടു പോയ പ്രഭാകരൻ വിശാഖപട്ടണത്തിൽ നിന്നും തൻ്റെ ജയനാഥൻ എന്ന് പറയുന്ന സുഹൃത്തുമായി സംസാരിക്കുകയാണ്. അദ്ദേഹം ആ ലോക്ക്ഡൗൺ കാലത്ത് ഒറ്റപ്പെട്ടതിൻ്റെ എല്ലാ
ആകുലതകളും അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. എന്നാൽ ആ ആകുലതയ്ക്കൊപ്പം അല്ലെങ്കിൽ അങ്ങനെ പങ്കുവെച്ച് വർത്തമാനം പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വിളിക്കാനുള്ള ഈ പ്രഭാകരന്റെ ഫോൺ കോൾ കുറച്ചു നാൾ കാണാതായപ്പോൾ ജയനാഥന് ആവലാതിയാവുകയാണ്. അതുവരെയൊന്നും ജയനാഥന് പ്രഭാകരൻ അത്ര വലിയ ഉള്ളിൽ അങ്ങനെ നിൽക്കുന്ന ഒരാളല്ലോ, സാധാരണ രീതിയിൽ വർത്തമാനം പറഞ്ഞു പോകുന്ന ഒരാൾ. വിശാഖപട്ടണത്ത് തന്റെ മകളുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് അവരുടെ കൂടെ നിൽക്കാൻ 1.5 കൊല്ലം മുമ്പ് ലോക്ക്ഡൌൺ കാലത്ത് പോയി അവിടെ പെട്ടുപോയ ഒരാൾ, അയാളുടെ ജീവിതം പങ്കുവെക്കുന്നത് ഇദ്ദേഹവുമായിട്ട് മാത്രമാണ്. എന്നാൽ കുറേ ദിവസങ്ങൾ ഈ പ്രഭാകരന്റെ ഫോൺ കോൾ കാണാതായപ്പോൾ അദ്ദേഹം തിരിച്ചു വിളിക്കുകയാണ്. കുറേ ദിവസത്തിന് ശേഷം പ്രഭാകരൻ വിളിക്കുകയാണ്. അദ്ദേഹം വിചാരിക്കുന്നത് ആ വിളി വരുന്നത് വരെ ജയനാഥൻ വിചാരിക്കുന്നത് പ്രഭാകരൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്. താൻ പല കുറി വിളിച്ചിട്ടും പ്രഭാകരൻ എടുത്തില്ല. അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ടാകുമോ എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അദ്ദേഹം മരിച്ചു പോയിട്ടില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് പ്രഭാകരന്റെ ഫോൺ വരികയാണ്. പക്ഷേ ആ ഫോണിൽ ഉണ്ടാകുന്ന ഒരു സംഭവം അദ്ദേഹം പറയുന്നത് ഞാൻ മരിച്ചു പോയിട്ടില്ല എന്നല്ല അദ്ദേഹം പറയുന്നത്, തൻ്റെ മകൾ മരിച്ചുപോയി. എന്നാൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ കൊറോണ കാലത്ത് അല്ലെങ്കിൽ ഈ മഹാമാരിയുടെ കാലത്ത് അങ്ങനെ ഒരു അസുഖം വന്നിട്ടാണ് തൻ്റെ മകൾ മരിച്ചു പോയതെങ്കിൽ തനിക്ക് സങ്കടം ഉണ്ടാവുമായിരുന്നില്ല. പക്ഷേ അവൾ ഒരു കഷ്ണം കടലാസിൽ തൻ്റെ കുഞ്ഞിനെ നോക്കിക്കൊള്ളണമേ അച്ഛ എന്ന് എഴുതി മരിച്ചുപോയ തൻ്റെ മകളെ കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ ഇത്തരത്തിൽ രക്ഷിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു തരത്തിലും സമാധാനമില്ലാതെ ചില മരണങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ആ മരണങ്ങൾ പിന്നീട് എക്കാലത്തും തങ്ങളെ ചൂഴ്ന്നു നിൽക്കുന്നു എന്നുള്ളതൊക്കെയാണ്. അപ്പൊ ഈ കഥകളൊക്കെ നിങ്ങൾ വായിക്കുക. ഞാൻ കൂടുതൽ അതിലേക്ക് എത്തുന്നില്ല, അങ്ങനെ ഒരു ഇതായിട്ട് പറയാനുള്ളൊരു വേദിയല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഒറ്റ വരി മാത്രം ഉദ്ധരിക്കുകയാണ്. നമ്മുടെ PP രാമചന്ദ്രൻ ഒരു കവിത എഴുതിയിട്ടുണ്ട്. വിട എന്നാണ് ആ കവിതയുടെ പേര്. ആ കവിത ഇങ്ങനെയാണ്: യേശുദാസ് മലയാളം സൗമ്യ കാമുക ശബ്ദമേ വാഗർത്തങ്ങളെ ഇണക്കി നെയ്ത പാട്ടിൻ കസവു നുടികളെ വൈദ്യുതി ബോർഡ് വളവിലും തിരിവിലും വഴികാട്ടിയായി നിന്ന കമ്പിക്കാലുകളെ ജാതിഭേദം മതദ്വേഷമേതുമില്ലാത്ത ജ്ഞാന വിദ്യുത് പ്രവാഹമേ ചെങ്കൊടികളെ കോരിത്തരിപ്പിക്കും ഒളിനാളോർമ്മകളെ നാട്ടുവഴികളിൽ അടിവെച്ചു നീങ്ങിയ ജാതൻ തീവണ്ടികളെ നെൽപ്പാടങ്ങളെ റേഷൻ കടകളെ വായനശാലകളെ മനുഷ്യരും പുഴുക്കളും ഒരുമിച്ച് വാണ പൊതു ഇടങ്ങളെ വിട. നോക്കൂ, ഈ പൊതു ഇടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകുന്തോറും ചെറുതായി തീരും വലിപ്പങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കവിത നമ്മളിൽ നിന്നും അവസാനിക്കുന്നത്. കുറേ മനുഷ്യർ നമുക്കിടയിൽ ജീവിച്ച ഒരുപാട് മനുഷ്യർ, നമ്മളിൽ നിന്നും പോയ മനുഷ്യർ, പക്ഷെ അവരുണ്ടാക്കിയ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ അവരുണ്ടാക്കിയിട്ടുള്ള വലിയ ലോകം, അത് നമ്മളിൽ നിന്നും അകന്നു പോകുന്ന നന്മയുടെ അല്ലെങ്കിൽ ചെറിയ ചെറിയ ആകുലതകളുടെ സങ്കടങ്ങളുടെ ആ ലോകം നമ്മളിൽ നിന്നും മന്യമായി കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ആകുലതയാണ്, വലിയ സങ്കടമാണ്. ഒരുപാട് മനുഷ്യരെയാണ് നേരത്തെ പറഞ്ഞ പോലെ മരിച്ച മനുഷ്യർ നമ്മുടെ ഓർമ്മകളിൽ ജീവിച്ചില്ലെങ്കിൽ പിന്നെ അവർ എവിടെ ജീവിക്കുമെന്നുള്ള ഒരു വലിയ ആകുലതയാണ് ഈ കഥകൾ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. ഇത് എനിക്ക് കൂടുതലായിട്ട് പിന്നീട് എപ്പോഴെങ്കിലും എഴുതുകയോ മറ്റോ ചെയ്യാം. അത്രയും നമ്മുടെ ഉള്ളിൽ സ്പർശിക്കുന്ന ഈ കഥകളാണ്. ഈ കഥകൾക്ക് അതിൻ്റെ വലിയ കനമുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. വിശാലമായ ഒരു കഥ പരിചയം കഴിഞ്ഞു. ഇനി ആസ്വാദനം ആണോ പറയേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ആസ്വാദനം പറയാൻ ഉള്ള സമയം ഇല്ല എന്ന് ചേട്ടൻ പറഞ്ഞു. പക്ഷേ ഞാൻ വായിക്കുമ്പോഴും ഞങ്ങൾ ഗവേഷണം ചെയ്യുന്നതുകൊണ്ടാണെന്ന് അറിയില്ല, പലപ്പോഴും അതിൻ്റെ ഘടകങ്ങൾ എന്താണ്, അതെങ്ങനെ എഴുതി, അതെങ്ങനെ ഇങ്ങനെ സംഭവിച്ചു, അങ്ങനെ ചിന്തിക്കാറുണ്ട്. അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഒരു 4 ഘടകങ്ങൾ എനിക്ക് ഇതിൽ പറയാതെ പോവാൻ പറ്റില്ല. അത് ഒന്ന് കാലം എന്ന് പറയുന്ന ഒരു ആഖ്യാന ഘടകമുണ്ട്, മറ്റേത് സ്ഥലം, പിന്നെ സംഭാഷണം, പിന്നെ കഥാപാത്രങ്ങൾ. ഇതെല്ലാ കഥകളിലും ഉണ്ട്, നോവലിലും ഉണ്ട്, അതായത് ആഖ്യാനത്തിൽ ഉണ്ട് ഇത്. പക്ഷേ ഇത് നമുക്ക് എപ്പോഴും പറയും ഏതാണ് ഒരു കഥയിലെ കാലം അല്ലെങ്കിൽ സ്ഥലം എന്താണ്, സംഭാഷണം എന്താണ്, കഥാപാത്രങ്ങൾക്ക് എന്താണ് സവിശേഷത എന്ന് പറയാം. പക്ഷെ എനിക്ക് തോന്നിയത് ഒരു കാലത്തിൽ തുടങ്ങുന്ന കഥ, പക്ഷെ നമ്മൾ ആ കാലത്തിൽ നിർത്തി ആ കഥ ചിലപ്പോൾ നമ്മളെ എങ്ങോട്ടോ കൊണ്ടുപോകും, അല്ലെങ്കിൽ പിന്നെ പറയുന്നതൊരു വേറൊരു കാലത്തിലായിരിക്കും, വീണ്ടും തിരിച്ച് നമ്മളെ ആ നിൽക്കുന്ന കാലത്തേക്ക് എത്തിക്കും. അത് ഒരു കഥയല്ല, എല്ലാ കഥകളിലും. അപ്പോൾ ആദ്യത്തെ കഥയായിരുന്നു കോവിഡ് കഥകൾ. കോവിഡ് കാലത്തെ കഥകൾ നമ്മൾ ധാരാളം വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ 3 കോവിഡ് എന്ന് പറയുന്നത് ഒരു കാലം മാത്രമാണ്. അതായത് കാലം കോവിഡ് കാലമാണ്,
നമ്മൾ അനുഭവിക്കുന്നത് ആ കാലമാണ്. പക്ഷെ നമ്മുടെ അനുഭവങ്ങളും ചിന്തയും ഭൂതകാലത്തേക്കും വികാരം നിറഞ്ഞ നമ്മുടെ അനുഭവങ്ങളിലേക്കും അവരുടെ അന്വേഷണങ്ങളിലേക്കും ഒക്കെയുള്ള ഒരു യാത്രയാവുന്നു. അതൊരു വലിയ ഒരു ടെക്നിക്കാണ്. എനിക്കറിയുന്നുണ്ട് സാർ ഇങ്ങനെ കരുതി നിർമ്മിച്ചതാണോ എന്ന് എനിക്ക് അറിയണമെന്നുണ്ട്. മറ്റൊരെണ്ണം സ്ഥലമാണ്. നിങ്ങൾക്ക് ഞാൻ പരിചയമില്ല, എല്ലാ കഥകളെയും കുറിച്ച് ടീച്ചർ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് പരിചിതമാവുന്ന സ്ഥലം, നമ്മൾ അറിയാതെ തന്നെ നമുക്ക് അറിയാവുന്ന തൃശ്ശൂരിൻ്റെ പല പ്രദേശങ്ങളും നമുക്കത് വായിക്കുമ്പോൾ അറിയാം. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളും നമ്മൾ ചെന്നില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ അറിയില്ലെങ്കിൽ പോലും പേരുകൾ കൊണ്ടും ആ സ്ഥലത്തിൻ്റെ സ്വഭാവം, മനുഷ്യർ, അവരുടെ അനുഭവങ്ങളായി കഥകൾ മാറാറുണ്ട്. മറ്റൊരെണ്ണം എനിക്ക് പറയാനുള്ളത് സംഭാഷണങ്ങളാണ്. അതായത് എനിക്ക് ഇത് തോന്നിയിട്ടുള്ള സംഭാഷണം അല്ലെങ്കിൽ അതിൻ്റെ നമ്മളതിങ്ങനെ പറയും ടെക്സ്റ്റ് എന്ന് പറയും, പാഠം എവിടെയാണ് എഴുതുന്നത് എന്ന് നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ട്. ഒന്നുകിൽ നമ്മൾ രണ്ട് തരം ടെക്സ്റ്റുകളെ കുറിച്ച് പിന്നെ വിമർശകരുമല്ല എഴുതുന്നത്, അത് നമ്മൾ പുസ്തകത്തിൽ എഴുതുന്ന പാഠം ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയും. നമ്മൾ ഈ കഥകളിൽ എവിടെയാണ് ഒന്നിലൊതുക്കാൻ പറ്റില്ല. കാരണം മെസ്സേജുകളിലൂടെ പോകുന്ന കഥ എഴുതുന്നത്, ഞാൻ കഥയുടെ പേരൊന്നും എനിക്ക് പറയില്ല, എല്ലാം നിങ്ങൾക്ക് ഊഹിക്കാം. കാരണം കഥ തുടങ്ങും, അത് എഴുതുന്നത് പാഠത്തിലാണ്, പക്ഷേ വായിക്കുന്നത് ഹൈപ്പർ ടെക്സ്റ്റിലാണ്. പിന്നെ മറ്റ് ചിലത് കുറിപ്പുകളായി വന്നിട്ടുള്ള, അതായത് ഒരാളുടെ അനുഭവം മുഴുവനും എഴുതി കൊണ്ടുവന്ന് വായിക്കൂ എന്ന് പറയുന്നതാണ് കഥ. അവിടെ വായിക്കുന്ന ആ ഒരു ടെക്സ്റ്റ് മുഴുവനും ഒരാളുടെ അനുഭവ കുറിപ്പുകൾ, അതും ചിതറി കിടക്കുന്ന അനുഭവ കുറിപ്പുകൾ നമ്മൾ ഒതുക്കണം, അല്ലെങ്കിൽ വായനക്കാരാണ് അത് ഒതുക്കിയിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നും. അങ്ങനെയുള്ള അനുഭവങ്ങളിലേക്ക് എത്തും. പിന്നീട് കഥാപാത്രങ്ങളെ ഒന്ന് നോക്കണം. നമ്മൾ പലപ്പോഴും ചെറുകഥകൾക്ക് എല്ലാം നിർവചനം കൊടുക്കുന്നു, 3-ലധികം പാടില്ല, അധികം കഥാപാത്രങ്ങൾ പാടില്ല. പക്ഷെ ഇതിന് പലതിനും ഒന്നോ രണ്ടോ ഒന്നുമല്ല, അതിലേറെ കഥാപാത്രങ്ങളുണ്ട്. പക്ഷെ ആ കഥാപാത്രങ്ങളൊന്നും നമ്മളെ തൊടാതെ പോവില്ല. കാരണം ഓരോ കഥാപാത്രങ്ങൾക്കും അത്രയധികം അതിനകത്ത് സ്ഥാനമുണ്ട്. ചെറുകഥകൾക്ക് ദീർഘം പാടില്ലെന്ന് പറയും. ആ ദീർഘം ആ കഥാപാത്രങ്ങളാണ് നിർമ്മിക്കുന്നത് എന്നും തോന്നുന്നു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നിയത്, ഓരോന്നിൻ്റെയും ഉപസംഹാരം കൂടാണ്. കഥ തീരുമ്പോൾ നമ്മൾ തുടർന്ന് വിചാരിക്കുന്നതേയാണ് മറ്റൊന്നിലേക്ക് ചേരുന്ന ഒരു കഥ. അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ നിസ്സംഗരാകുന്നത്, ഒന്ന് കണ്ണു തുടയ്ക്കാൻ തോന്നുന്നത്, അല്ലെങ്കിൽ എല്ലാത്തിനും ഉത്തരമുണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഉത്തരമല്ല, ശരിക്കും എഴുത്തുകാരൻ നിർമ്മിച്ച ഉത്തരങ്ങൾ. സാറിന് ഭയങ്കര ബഹുമാനമുണ്ട്. കഥകൾ ഇനി നിങ്ങൾ എല്ലാവരും വായിക്കണം, ഇതൊക്കെ നിങ്ങൾക്കും അനുഭവപ്പെടും. നന്ദി. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇപ്പോൾ അധ്യാപികയായിരുന്നു. ഞാൻ ഗവേഷക വിദ്യാർത്ഥിയാണ്. PhD ചെയ്യുന്നത് മലയാളത്തിൽ KKTM ഗവൺമെൻറ് കോളേജിലാണ് PhD ചെയ്യുന്നത്. അപ്പോൾ ഈ കഥകൾ വായിച്ചപ്പോൾ ഇതിൽ ചേക്കുവിൻ്റെ കഥ, ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലെ ചേക്കുവാണ് അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമെങ്കിലും എന്നെ പിടിച്ചുലച്ച് കളഞ്ഞത് അതിലെ മറ്റു കഥാപാത്രങ്ങളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ പറയുന്നുണ്ട്, കോളേജ് കാലം കഴിഞ്ഞതിന് ശേഷം കൂടെയുള്ള അവരുടെ സുഹൃത്തുക്കൾ പലരും മിലിറ്ററിയിൽ ചേർന്നു, ചിലർ പോലീസിൽ ചേർന്നു, ഒരാൾ ബസ് കണ്ടക്ടറായി, റോഷൻ എന്ന് പറയുന്ന കഥാപാത്രം ഗൾഫിലേക്ക് പോയി എന്നൊക്കെ പറയുന്നു. അപ്പോൾ ചേക്കുവിനെ ചുറ്റിപ്പറ്റിയാണ് ഈ കഥ മുഴുവൻ പോകുന്നതെങ്കിൽ പോലും ഈ കഥാപാത്രങ്ങൾക്ക് പിന്നീട് കോളേജിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്ന് കഥയിൽ പിന്നീട് പരാമർശിക്കുന്നുണ്ട്. പിന്നീട് ഈ കോളേജ് അതിൻ്റെ ജീർണാവസ്ഥയിൽ ഇതിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട്, അവർ പഠിച്ച ആ സ്കൂളിനെ പിടിച്ചു നിർത്താനുള്ള ഒരു ശ്രമം എന്നോണം പൂർവ്വ വിദ്യാർത്ഥി സംഗമം വരുമ്പോൾ അന്ന് പഠിച്ചു പോയ കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു എന്നുകൂടെ കഥകളോടെ പറയുന്നത്. ഒരൊറ്റ വാചകത്തിലാണ് റോഷൻ ഗൾഫിൽ പോയി അവിടെ മരിച്ചതെന്ന് പറയുന്നത്. പിന്നെ പിടിച്ച് വല്ലാതെ ഉലച്ചൊരു സംഭവമാണ്. ചേക്കുവിനേക്കാളും കൂടുതൽ റോഷൻ എന്ത് സംഭവിച്ചു, ഒരൊറ്റ കാരണത്തിലാണ് റോഷനെ കുറിച്ച് അവിടെ പറയുന്നതെങ്കിൽ പോലും അത് വളരെ പിടിച്ചുലച്ച് കളഞ്ഞു. കാരണം ഞാൻ ഇതേമാതിരി കഴിഞ്ഞ ആഴ്ച ബസ് സ്റ്റോപ്പിലേക്ക് പോകുമ്പോൾ ഒരു ബസ് വന്ന് നിന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടിയാണ് അതിൽ കണ്ടക്ടറായിട്ടുള്ളത്. ഇതിൽ ഇതേമാതിരി പറയുന്നുണ്ട്, ഒരാൾ ബസ് കണ്ടക്ടറായി എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് അതങ്ങനെ കണക്റ്റായി. അപ്പോൾ ഇനി ഒരു 50 കൊല്ലം കഴിയുമ്പോൾ നമ്മൾക്ക് എവിടെ എത്തും? അല്ലെങ്കിൽ ഇപ്പോൾ വിദ്യാർത്ഥിയാണോ കുട്ടിയാണെന്ന് ചോദിച്ചാൽ കുട്ടിയല്ല, എന്നാൽ മുതിർന്നു കഴിഞ്ഞ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ പറയുന്ന ഈ ഓരോരുത്തരും പല പല ജീവിതപാതകളിലേക്ക്
തിരിഞ്ഞു പോകുന്ന ഒരവസ്ഥ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതുകൊണ്ട് വളരെയധികം ആ കഥാഭാഗം എനിക്ക് കണക്റ്റായി എന്നുള്ളതാണ്. ഇതിൽ പറഞ്ഞ ചേക്കുവാണെങ്കിലും ചരിത്രത്തിൽ എവിടെയും അടയാളപ്പെടുത്താതെ പോകുന്ന ചില മനുഷ്യർ കുടുംബത്തിന് വേണ്ടി ജീവിച്ച്, മറ്റ് കഥാപാത്രങ്ങളാണെങ്കിലും അത് കുടുംബത്തിന് വേണ്ടി ജീവിച്ച് എവിടെയും അവരുടെ പേര് എഴുതി വയ്ക്കപ്പെടുന്നില്ല, ചരിത്രത്തിൽ എവിടെയും ഇല്ലാതെ എവിടെയും രേഖപ്പെടുത്താതെ ജീവിച്ച് മരിക്കുന്ന ചില മനുഷ്യരുടെ കഥകളാണ്. അതിൽ ഈ പറഞ്ഞ ഇനിയൊരു കഥ തന്നെ വളരെ ചെയ്തൊരു കഥ പാരീസിൻ തായകൾ എന്ന് പറയുന്ന കഥയിലെ കുഞ്ഞിനെയാണ്. ഒരുപാട് പറഞ്ഞ എനിക്ക് ഇത്തരത്തിലെ ബാല്യകാലത്തിലേക്ക് കടന്നു ചെല്ലാനുള്ള ആ ഒരു ഓർമ്മകളിലേക്ക് പിന്നീട് ഒന്ന് കടന്നു ചെല്ലാനുള്ള ഒരു അവസരം കഥ അനുഭവം നൽകുകയുണ്ടായി. അതിൽ പറയുന്ന മോനിന്റെ വീടും അവരുടെ കുടുംബാന്തരീക്ഷവും എല്ലാം എൻ്റെ ബാല്യകാലത്തിലേക്ക്, അല്ലെങ്കിൽ എൻ്റെ ബാല്യകാലം മുന്നേറ്റൊക്കെ ഞാൻ ചെലവഴിച്ചത് അമ്മയുടെ വീട്ടിലാണ്. ആ ഒരു നാട്ടിൻ പുറവും ഈ കല്ല് പാലിയുള്ള മുറ്റമൊക്കെ ഒരു നൊസ്റ്റാൾജിയയിലേക്കുള്ള തിരിച്ചുപോക്കായി. ഈ അതിൽ വെളിപ്പെടുന്ന ഒരു കുഞ്ഞിൻ്റെ മനസ്സ്, പാരീസ് മിഠായി വെളിപ്പെടുന്ന ഒരു കുഞ്ഞിൻ്റെ മനസ്സും വളരെ എന്താ പറയുക, നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു വായനാനുഭവമായിട്ട് മാറി. അത്തരത്തിൽ ഈ കഥകളെല്ലാം തന്നെ മികച്ച വായനാനുഭവം നൽകിയ, മനസ്സിൽ സ്പർശിച്ച കഥകളായിരുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വായനാനുഭവങ്ങളുടെ ചുരുക്കാണ്. ഇന്ന് ചർച്ച ചെയ്യുന്ന ഈ കഥാപുസ്തകത്തെ മിക്കവാറും കഥകളെ കുറിച്ചിട്ട് ഒറ്റയൊറ്റയായിട്ട് വിശദമായിട്ടുള്ള സംസാരമുണ്ടായി. ഞാൻ രാജന്റെ കഥകൾ, എഴുതപ്പെട്ട കഥകൾ അധികമൊന്നും വായിച്ചില്ല. പക്ഷേ ഞാൻ 85 കേരളത്തിലേക്ക് തിരിച്ചു ചെയ്യുമ്പോൾ ഒരു കഥ മറ്റേ സീനിയറായിട്ട് രാജനോട് അന്ന് തൊട്ടേ രാജൻ കഥാകൃത്ത് എന്ന നിലയിൽ സ്വയം വെളിപ്പെട്ട ഒരാളാണ്. കേരള ആ 80കളിൽ 85കളിൽ എന്തായിരുന്നെന്ന് ആ കാലഘട്ടത്തിലൂടെ കടന്നുപോയിരുന്ന ആളുകൾക്ക് ഓർമ്മയില്ലാവും. ഇന്നത്തെ ഒരു നിശ്ചലാവസ്ഥ അല്ലെങ്കിൽ ഒരു ജഡത്വം അന്ന് ഉണ്ടായിരുന്നില്ലെന്നാണ് എൻ്റെ മനസ്സിലുള്ള ഓർമ്മ. അപ്പം ആ കാലഘട്ടത്തിലെ കേരളവർമ്മയിലെ സുമുഖനും സുന്ദരനും അകമേ സാഹിത്യം നല്ല മൃദുമായ ഭാഷയിൽ, വളരെ പ്രണയലോലുപമായ മലയാള ഭാഷയിൽ എഴുതാൻ പുറപ്പെടുന്ന അങ്ങനത്തെ ഒരു വളരെ പേരവമായിട്ടുള്ളൊരു ഭാവുകത്വം ക്യാമ്പസിൽ ഉൽപ്പാദിപ്പിച്ച, എൻ്റെ മനസ്സിലേക്ക് ഉൽപ്പാദിപ്പിച്ച ഒരാളാണ് ശ്രീരാജൻ. അദ്ദേഹത്തിൻ്റെ 4 പുസ്തകങ്ങൾ എഴുതിയിട്ട് ഞാനത് കൃത്യമായിട്ട് ഫോളോ ചെയ്തുള്ള ആളൊന്നുമല്ല. ഈ പുസ്തകം വായിച്ചിട്ട് ഈ ചർച്ചയിൽ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പുസ്തകം എടുത്തിട്ടുണ്ടായിരുന്നു. 4 കിട്ടിയത്. പക്ഷെ ഞാൻ ഭാര്യയുടെ സർജറി ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും ഞാൻ ആശുപത്രിയിൽ നിന്നാണ് വരുന്നത്. ഡിസ്ചാർജ് ചെയ്യപ്പെട്ടില്ല. രാജനോടുള്ള ആ ഒരു ഇഷ്ടങ്ങളും പിന്നെ എൻ്റെ പേര് പുറപ്പെടുത്ത ഈ ഗ്രാമീണ വായനശാലയുടെ തൊട്ടുമുട്ടിൽ കുറെ കാലം മുമ്പ് അത് വായനശാലയായിരുന്നു. പിന്നെ അതിന് നല്ല ആർജവത്തുള്ള ഒരു പുരാവത്തുള്ള വായനശാലയായിരുന്നു. കാരണം അന്ന് വായനയുടെ നല്ലൊരു വസ്തുതകളായിരുന്നു ആ കാലഘട്ടത്തിൽ, ഒരു കുട്ടിക്കാലം. ഇപ്പോ അത് ക്രമേണ കേരളത്തിൽ ആകമാനം സംഭവിച്ച ചില ജീവാവസ്ഥയിലേക്ക് പോയി. ഇപ്പോ അത് കെട്ടിടം പുനർനവീകരിച്ച് ഇപ്പോൾ വളരെ നല്ല സ്ഥിതിയിലെത്തി. ആ വായനയും അതുപോലെ അതായത് ബന്ധപ്പെട്ട മറ്റ് സകലകലകളൊക്കെ കൂട്ടിപ്പിടിച്ച് അതിലൊരു ഉയർത്തലിലേക്ക് കൊടുക്കാനുള്ള പരിശ്രമം വളരെ ഉചിതമായിട്ട് ഇപ്പോഴത്തെ കൂട്ടായ്മ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ യോഗം നടന്ന സമയത്ത് അവിടെ സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ആ സ്വരം കാര്യങ്ങളൂടെ ഇങ്ങനെ വന്നു. ഞാനത് പറയുന്നത് സന്തോഷമായിട്ട്. അപ്പോൾ ആ വായന എന്നുള്ള ആശയത്തിനെ പുനരാലോചിക്കാനുള്ളൊരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പുസ്തകം ചർച്ച. എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഉപയോഗിക്കുന്നൊരു വൈജ്ഞാനികമായിട്ടൊരു കാര്യം അറിയും ഈ ചർച്ച, പുസ്തകത്തെ കുറിച്ച് കഥയെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അത് അന്യം നിന്ന് പോയ സ്ഥിതിയാണ്. അപ്പൊ അതിനെ കഴിമകലത്തിൽ നിന്ന് വീണ്ടും
കൂട്ടിക്കൊണ്ടുവരുന്നതിന് ആ ഒരു നല്ല പ്രവൃത്തിയിലെ ഒരു ആരംഭമാണ് ഇന്ന് PG വായനക്കൂട്ടങ്ങളോട് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഞാൻ എന്തായാലും രാജന്റെ കഥയെ കുറിച്ചിട്ട് പൊതുവായിട്ട് എനിക്ക് തോന്നിയുള്ള കാര്യങ്ങൾ, രാജൻ ഒരു പുതിയ എഴുത്തുകാരനല്ല എന്നുള്ളതാണ്. പുതിയ കഥ എഴുത്തുകാരനല്ല. കാരണം നമ്മുടെ കുട്ടിക്കാലത്ത് വായന തുടങ്ങുന്ന സമയത്ത് വായനശാലയെ ആശ്രയിച്ചിട്ട് നമ്മൾ വായന ആരംഭിക്കുന്ന കാലത്ത് തലവഴി, ഉറൂബ്, അതുപോലെ പാറപ്പുറത്ത്, കേശവദേവ്, അങ്ങനെ ഒരു സ്ട്രീം ഉണ്ടായിരുന്നു എഴുത്തിന്റെ, കഥ എഴുത്തിന്റെ, നോവൽ എഴുത്തിന്റെ. ആ സ്ട്രീമില്, ആ ശ്രേണിയില്, അതേ ശൈലിയില് പച്ചമലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ കഥ എഴുതുന്ന ഒരാളാണ് രാജൻ. അതിനുശേഷം M. മുകുന്ദനും അതുപോലെ കാക്കനാടിനും KP നിർമ്മലകുമാറും അതുപോലെ രാധാകൃഷ്ണനെ പോലുള്ള ആളുകളൊക്കെ കഥയിലെ ഒരു കാലഘട്ടത്തിനെ പ്രതിനിധീകരിച്ചിട്ട് നമ്മുടെ കഥാചരിത്രത്തിലുണ്ട്. പക്ഷെ അതിന്റെ ചൂട് പറ്റില്ല, അതിന്റെ പിൻപറ്റില്ല രാജൻ അടയാളപ്പെടുത്തുക എന്നതാണ്. അതായത് ഏത് അക്ഷരം കൂടി വായിക്കാൻ അറിയുന്ന ഏത് മനുഷ്യർക്കും ക്ലിപ്തമായിട്ട് വിനിമയം ചെയ്യുന്ന വാക്കുകളും വാചകങ്ങളും ഭാഷയുമാണ് അദ്ദേഹത്തിന്റെ. അപ്പോ ആ ജനസിലെ ഒരു കണ്ണിയാണ് അദ്ദേഹം. ഞാൻ ഈ ആശുപത്രി കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെ പറഞ്ഞല്ലോ. അപ്പൊ ഇന്നലെ രാത്രി ഞാൻ പുസ്തകത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ കഥയാണ് വായിച്ചത്. സ്വിച്ച് ഓഫ് എന്ന കഥയുടെ പേര്. അതിൽ ഏതാണ്ട് കഥാകൃത്തിന്റെ പ്രായങ്ങളിലുള്ള രണ്ട് സുഹൃത്തുക്കൾ, ഏതാണ്ട് ഒരു 60 വയസ്സിലുള്ള രണ്ട് സുഹൃത്തുക്കൾ. ഒരാളുടെ പേര് പ്രഭാകരൻ, ഒരാളുടെ പേര് ജയനാഥൻ. അങ്ങനെ റിട്ടയർ ചെയ്തിട്ട് ജീവിതത്തിന്റെ ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ആളുകളാണ്. ഒരാള് തൊട്ടടുത്ത് ഒരു 1.5 കിലോമീറ്റർ ചുറ്റളവിൽ ഉണ്ടായിരുന്ന ആളാണ്. സുഹൃത്തുക്കളാണെങ്കിലും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ദിവസം അയാൾ കുറെ ദൂരെ വിശാഖപട്ടണം അയാൾ ഫോൺ ചെയ്യണം. ഈ പ്രഭാകരൻ എന്ന് പറഞ്ഞ ആള് ജയനാഥൻ എന്ന് പറഞ്ഞ ആൾക്ക് ഫോൺ ചെയ്യണം. അപ്പൊ അയാള് ഏകപക്ഷീയമായിട്ട് സംസാരം, ഇവരുടെ കുട്ടിക്കാലം, ഇവരുടെ പിന്നീട് ഭൂതകാലം, അതിലെ ആ കാലഘട്ടം, അതിന്റെ കഥാപാത്രങ്ങൾ, ഇപ്പോ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലെത്തിയപ്പോ അയാൾക്ക് അനുഭവപ്പെടുന്ന ഏകാന്തത. ഈ വിശാഖപട്ടണം ദൈവമനുഷ്യൻ ഭാര്യ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹം മകൻ അച്ഛനാവാൻ പോകുന്നു, അല്ലെങ്കിൽ മരുമകൾ പ്രസവിക്കാൻ പോകുന്നു എന്നുള്ള അവസ്ഥയിൽ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് വിശാഖപട്ടണത്ത് മകളുടെ നിൽക്കുന്ന ആളാണ്. 25 നിലകളുള്ള വലിയൊരു കെട്ടിടത്തിന്റെ 25ാമത്തെ നിലയിൽ ഫ്ലാറ്റിലാണ് അദ്ദേഹം താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഈ ഭൂതകാലം ലഭ്യമാണ് ആ കാലഘട്ടം. അപ്പൊ ആ കാലഘട്ടത്തിൽ തന്നോടൊപ്പം ഉണ്ടായിരുന്ന സമകാലീനായിട്ടുള്ള ഒരു സുഹൃത്തിനോട് അദ്ദേഹം ഫോണിൽ അതൊക്കെ പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നതാണ് ചിത്രത്തിന്റെ തുടക്കം. അപ്പൊ അയാൾ സുസ്ഥിരമായി അയാൾ സംസാരിക്കും. പഴയ കാലം, പിന്നിട്ട കാലം അയാൾ ഓർമ്മകൾ പങ്കുവയ്ക്കും. അപ്പൊ അതിലൊരു ഈ കോരമാനോട് വിളിക്കുന്ന ഒരാളെ പറ്റി പറയുന്നത്. പിന്നെ അയാളുടെ കുട്ടിക്കാലത്ത് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു നാരായണനെ പറ്റി പറയുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും. അപ്പൊ അയാളുടെ ഈ പഴയ കാലത്ത് അയാളോടൊപ്പം ജീവിതം പങ്കിട്ട ഈ പഴയകാല സ്ത്രീകളോട് സംസാരിക്കുമ്പോഴാണ് അയാൾ ഈ ജീവിതത്തിന്റെ, അയാളുടെ വിശാഖപട്ടണത്തിലെ ജീവിതത്തിന്റെ ഏകാന്തതയും ഒറ്റപ്പെടലും അയാള് അങ്ങനെയാണ് അലീസികളെ രക്ഷിപ്പിക്കേണ്ടത്. ഈ 25 കെട്ടിടത്തിന് മേലെ നിന്നിട്ട് അയാള് അവിടെ താമസക്കാരുടെ നനഞ്ഞും ഭയങ്കര ഉണക്കാനിട്ട ആളുകളുടെ ഇടയിൽ നിന്നിട്ട് അയാൾ ആകാശത്തിനെ കാണാൻ ശ്രമിക്കുകയാണ്. ആകാശത്തിന് ഒരു നോക്ക് കാണാൻ കൊതിക്കുന്ന ആളാണ് അയാൾ. അവിടെ നിന്നില്ലേ അയാൾക്ക് ഈ പഴയകാല സുഹൃത്തിനോട് ഫോണിൽ വീഡിയോ കോൾ ചെയ്യുമ്പോൾ റേഞ്ച് കിട്ടുള്ളൂ. അപ്പൊ അയാളൊക്കെ പറയുന്നത് ഈ സന്ധ്യാനേരത്ത് ഞാൻ ഈ 25 കെട്ടിടത്തിന് മേലെ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് എന്റെ കൈയും കാലും മനസ്സും ഒക്കെ ചിറകുകളാക്കിയിട്ട് താഴത്ത് പോയിട്ട് ഭൂമി ഒന്ന് തൊടാൻ എനിക്ക് പോകാം.
അപ്പൊ ആ കഥാപാത്രത്തിന് മനസ്സ് നമുക്ക് വ്യക്തമാവും. അങ്ങനെ ഒരാള് ഇടയ്ക്കിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഭൂതകാലത്തിനെ ഇങ്ങനെ വളരെ സജീവമായിട്ട് ചങ്ങാതിയോട് പങ്കിട്ടുകൊണ്ടിരിക്കുന്ന ഒരാള് പെട്ടെന്ന് വർത്തമാനത്തിൽ നിന്ന് കട്ടോഫാണ്. കുറെ നാട്ടിൽ ഇദ്ദേഹത്തിന് ഒരു വിവരമില്ല. അപ്പൊ നാട്ടിലുള്ള ഈ സുഹൃത്തിന് ഭയങ്കര ആശങ്കകളായി. ഈ പ്രഭാകരന്റെ കോളൊന്നും കാണുന്നില്ലല്ലോ, എന്ത് പറ്റിയോ? അപ്പൊ അയാൾ ഇതിനിടയ്ക്ക് പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഇയാൾ ചോദിക്കും, നാട്ടിലുള്ള സുഹൃത്ത് എല്ലാവരും എന്നാ പ്രഭാകരൻ നാട്ടിൽ വരിക? അതിപ്പോ പറയാനൊന്നും പറ്റില്ല. ഒരു വേള ചിലപ്പോ ഞാൻ നാട്ടിൽ വരാനിടയില്ല, ഇവിടെ വെച്ചാൽ തീർന്നു പോകാനാണ് സാധ്യത. അപ്പോ എന്റെ ചരമം ഒരു പക്ഷെ ഇവിടെ വെച്ചായിരിക്കാം, എന്റെ നെക്സ്റ്റ് വെച്ചായിരിക്കാം. എന്റെ ബോഡി പോലും നമ്മുടെ നാട്ടിലെ മണ്ണിൽ ലയിക്കാൻ ഇന്നോ എനിക്ക് പ്രയാസം ഉണ്ടെന്ന് പോലും പറയുന്നു. ഇദ്ദേഹത്തിന്റെ ഫോൺ കോൾ ആ കമ്മ്യൂണിക്കേഷൻ തിരിച്ചപ്പോ ഇയാൾ ഭയങ്കര ഇയാളിങ്ങനെ പ്രമാണ കാത്തിരുന്നു. കാണാതെ ഇയാൾ തിരിച്ചു വിളിച്ചപ്പോഴൊന്നും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. ഇയാളുടെ ഫോണിനെ അനന്തമായിട്ട് അറ്റൻഡൻസ് ഇല്ലാതെ പോവുകയാണ്. അങ്ങനെ പുള്ളി ആ ടെൻഷനിലായി. കുറെ കഴിയുമ്പോൾ ഒരു ദിവസം ഈ സാക്ഷാൽ സുഹൃത്തിന്റെ ഫോൺ വന്നു. അപ്പൊ ഇയാൾ ഇതുവരെ വിളിക്കാതിന്റെ പരിവൊക്കെ എത്ര നാളായിട്ട് എന്താ നീ മിണ്ടാതിരുന്നതെന്ന് ചോദിച്ചു. അപ്പൊ മറുപടി വല്ലാത്തൊരു കൂടുതലാണ്. അയാള് ജീവനോടെ ഇരിക്കുന്നു എന്നുള്ളത് വായിക്കുന്നത് നമുക്ക് മനസ്സിലായി. പക്ഷെ ഇയാളെ ചോദ്യത്തിന് ഉത്തരവില്ല. പിന്നെ അയാൾ വളരെ നിർബന്ധമായിട്ട് അയാൾ പറഞ്ഞു, എന്റെ മകൾ എന്നെ വിട്ടുപോയി. അപ്പൊ നേരത്തെ കോവിഡ് കാലമാണ് ഇതിന്റെ പശ്ചാത്തലം. അപ്പൊ അദ്ദേഹം വളരെ ഗദ്ഗതത്തോടുകൂടി പറഞ്ഞു, ഈ മഹാമാരി എന്റെ മകളെ കൊണ്ടുപോയതായിരുന്നുവെങ്കിൽ ഞാനിത് സഹിച്ചേനെ. പക്ഷെ അങ്ങനെ ഇല്ലാണ്ടായത്. അവൾ പ്രേമിച്ച് പ്രണയിച്ച് സ്വന്തമായിട്ട് തെരഞ്ഞെടുത്താണ് അവളുടെ പാർട്ട്ണറെ. അവൾ പ്രണയകാലത്ത് പ്രേമിച്ച കാലത്ത് പരിപ്പെട്ട മുഖമായിരുന്നില്ല. അവളുടെ ഭർത്താവായിട്ട് അയാൾ മഹേഷ് എന്ന കഥാപാത്രം അവളുടെ ജീവിതത്തിൽ വന്നപ്പോൾ ഒരു 1.5 വയസ്സായ കുട്ടി അയാളുടെ ശരിയായിട്ടുള്ള ആ വ്യക്തിത്വം ഇവൾക്ക് കൊടുക്കാൻ പറ്റുന്നതായിരുന്നില്ല. അപ്പോ എന്റെ കൊച്ചുമോളെ അച്ഛൻ നോക്കണം എന്നൊരു അപേക്ഷ കടലാസിൽ കുറിപ്പ് എഴുതി വെച്ചിട്ട് അവരെ അനുബന്ധിച്ചു. അങ്ങനെയാണ് ആ കഥ അവസാനിക്കുന്നത്. അപ്പോ 2 സുഹൃത്തുക്കള്, പ്രായ സുഹൃത്തുക്കള് ജീവിതത്തിന്റെ സായകാലത്ത് അവരുടെ അവസാനം പങ്കുവെച്ചുകൊണ്ടിരുന്ന ആളുകൾ യഥാർത്ഥത്തിൽ നമ്മൾ അയാളുടെ ഫോൺ കോൾ വരാതെ അയാള് മരിച്ചു പോയിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുക. പക്ഷെ കഥയുടെ അവസാനത്തെ ട്വിസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാല് മരണപ്പെടുന്നത് അദ്ദേഹത്തിന്റെ മകളാണ്. ഇവര് 2 പേരും ഈ അബദ്ധത്തിനോടെടുത്ത 2 പേരും അല്ലെങ്കിൽ രക്ഷാകർത്താക്കളായി 2 പേരും ജീവിച്ചിരിക്കുന്നു. ഇതിന്റെ പ്രമേയം കഥാപരമായി പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യണ്ടായ കാലം തൊട്ട് ജീവിതത്തെ കുറിച്ചുള്ള നമ്മുടെ കൺസെപ്റ്റ് തന്നെയാണ്. അതായത് ജീവിതം വളരെ എന്താ പറയാ മുൻകൂട്ടി നിശ്ചയിക്കാനാവാത്ത അനിർവചനീയമായിട്ടുള്ള സംഗതിയാണ് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ആകസ്മികതയാണ് ശരിക്കും. അത് വളരെ നമ്മുടെ എഴുത്തുകാരോട് ഇഷ്ടപ്പെട്ട വിഷയമാണ്. നമ്മള് അപഗ്രഥിച്ച് തിട്ടപ്പെടുത്തിയ ഒരു എന്താണ് നമ്മുടെ ജീവിതത്തിനുള്ളതെങ്കിൽ ആ ജീവിതത്തിന് എന്ത് രസമാണുള്ളത്. അപ്പൊ അത് വളരെ കോമൺ ആയിട്ടുള്ള സാർവലൗകികമായിട്ടുള്ള പ്രമേയത്തിനെ വളരെ ഭംഗിയായിട്ട് ലളിതമായിട്ടുള്ള സരളമായിട്ടുള്ള ഒരു ഭാഷാശില്പത്തില് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ തരാം. അപ്പൊ അതുപോലെ അദ്ദേഹത്തിനൊരു പ്രമേയത്തിന്റെ എഴുത്തിന്റെ ഒരു പരിസരം നേരത്തെ പറഞ്ഞ പോലെ ഓർമ്മകളാണ്. നമ്മൾ ടി വി ചന്ദ്രന്റെ ഒരു സിനിമയുടെ പേര് തന്നെ ഓർമ്മകൾ ഉണ്ടായിരിക്കണം. വളരെയധികം ആഴം ബോധിപ്പിക്കുന്നൊരു വാചകമാണ് ഓർമ്മകൾ ഉണ്ടായിരിക്കണം. ഓർമ്മകളുള്ള മനുഷ്യനും ചീത്ത മനുഷ്യനാവില്ല എന്നാണ് എൻ്റെ പ്രശ്നം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ബാല്യകാലം, കൗമാരം, നമ്മളുടെ പാരന്റ്സ്, നമ്മളെ വിട്ടുപോയ പാരന്റ്സ്, സുഹൃത്തുക്കൾ, ആ കുട്ടി
കുട്ടിക്കാലത്തെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഭൂതകാലത്തെ കുറിച്ചുള്ള പാസ്റ്റിനെ കുറിച്ച് ഓർമ്മകൾ പച്ചയായിട്ട് നിലനിൽക്കുന്ന ഒരാൾക്ക് ഒരു ക്രൂരനാവാനോ ഒരു ദയാധീനായിട്ടോ ജീവിക്കാൻ പറ്റില്ല. അത് ആ വ്യക്തിയിലുള്ള മനുഷ്യത്വത്തിന്റെ ആ പച്ചപ്പിന്റെ ആ ഒരു മെറിറ്റാണ്, അതിൻ്റെ ഒരു അളവ് പോലെയാണ് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോ പൊതുവെ എനിക്ക് പറയാനുള്ളത് ആ ഓർമ്മകളെ അത്യധികമായിട്ട് വളരെ ഭേദമായിട്ട് പാമ്പർ ചെയ്യുന്ന ലാളിക്കുന്ന ഒരു കഥാകൃത്താണ്. ഈ പുസ്തകത്തിൽ പഴയ കഥകളിലും ഈ ജീവിതത്തിന്റെ മധ്യാഹ്നത്തിൽ നിൽക്കുന്ന ആളുകളുടെ മെമ്മറീസാണ് ശരി. ഇത്ര മനോഹരമായിട്ട്, ഇത്ര കൃത്യമായിട്ട്, സൂക്ഷ്മമായിട്ട്, പേലവമായിട്ട് ഓർമ്മകളെ പുനരാനയിക്കാൻ ഭാഷയിൽ ഏറ്റവും ലളിതമായിട്ടുള്ള ഡിവൈഡ് ചെയ്യുന്ന ഏറ്റവും സരളമായിട്ടുള്ള ബിംബം എന്നുപോലെ പറയാനായിട്ട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആത്മതരങ്ങളുള്ള ചെറിയ വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഇദ്ദേഹത്തിന് കഴിയുന്നുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള മാനവികതയെ അല്ലെങ്കിൽ ആ മനുഷ്യത്വത്തിന്റെ ആ തിരിച്ചു പിടിക്കലിനെ ബാക്കിയിലേക്കുള്ള പുനരാനയിക്കലിനെ ഞാൻ ആദരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ രാജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്. ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള ബന്ധങ്ങളാണ് ഉള്ളത്. അദ്ദേഹം അമ്മ എന്ന സ്ഥാപനത്തിലുള്ളപ്പോൾ തന്നെ അവിടെ ഒരു മാഗസിൻ ഉണ്ടായിരുന്നു, അതിൻ്റെ എഡിറ്ററായിരുന്നു. അന്ന് മുതലുള്ള ഒരു ബന്ധം. ഞങ്ങൾ ഇപ്പം അദ്ദേഹം കഥകൾ അന്ന് എഴുതുന്നുണ്ട്, ഇപ്പോഴും എഴുതുന്നുണ്ട്, എഴുതിക്കൊണ്ടിരിക്കും. പക്ഷെ ഞങ്ങൾ കഥകളെ കുറിച്ചൊന്നും സംസാരിക്കാറില്ല. പക്ഷെ രാഷ്ട്രീയം ഞങ്ങൾ സംസാരിക്കാറുണ്ട്. രാഷ്ട്രീയമാണ് ഞങ്ങളുടെ ഒരു പ്രധാനമായ ചർച്ചാ വിഷയങ്ങളായിട്ട് വരാറുള്ളത്. ഇന്ന് നമ്മുടെ നാട്, ഞാൻ എഴുത്തുകാരോട് ഇവിടെ എഴുത്തിൻ്റെ ഒരു വേദിയാണെന്നാണ് പറയുന്നത്. നമ്മൾ വലതുപക്ഷ മാധ്യമങ്ങളും വലതുപക്ഷ ചിന്താഗതിയും എഴുത്തിലും അതുപോലെ നമ്മുടെ ജീവിതത്തിലും ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ആ അവസരത്തിൽ നമ്മൾ എഴുത്തുകാർ എല്ലാവരും സൂക്ഷ്മമായി ഓരോ കാര്യങ്ങളും വിലയിരുത്തുകയും പഠിക്കുകയും നമ്മുടെ ഇടതുപക്ഷ ചിന്താഗതിയെ കൂടുതൽ വളർത്തുന്ന രീതിയിൽ എഴുത്തിനെ കൊണ്ടുവരണമെന്നാണ് എനിക്ക് ഈ വേദിയിൽ പറയാനുള്ളത്. PG വായനക്കൂട്ടം എന്ന ആ കൂട്ടം ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ രാജുഭായി തന്നെയാണ്. വേദിയിൽ പിന്നെ എൻ്റെ ഒരു സ്നേഹിതനായിട്ടുള്ള PR ജാനുണ്ട്, ഇവിടെ സുനിത വിൽസുണ്ട്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എഴുത്തിനെ കുറിച്ച് ഞാൻ ഞങ്ങൾ പറഞ്ഞില്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞങ്ങൾ എന്നും കാണുന്ന ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് എഴുത്തിനെ കുറിച്ച് വിലയിരുത്താനോ ഒന്നും പറയുന്നില്ല. അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും പറഞ്ഞു വാക്കുകൾ അവസാനിപ്പിക്കും. നമസ്കാരം. രാജേട്ടൻ്റെ ഈ കഥകളുടെ സമാഹാരം ഈ അടുത്ത് പുറത്തിറങ്ങിയിരുന്നു. ഇതിൻ്റെ അത്യാവശ്യം പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ കഥകൾ നമ്മുടെ ജീവിതവുമായി ചേർന്നിരിക്കുന്നത് അത് വായിച്ച് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വിടാതെ പിന്തുടരുന്നതുമാണ് പല കഥകൾ. ഞാൻ ഈ പുസ്തകം എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് പെട്ടെന്ന് അതിൽ വെല്ലുവിളികളെ എന്ന് കേട്ടപ്പോൾ ഞാൻ അല്ലെങ്കിൽ ആ കഥ വായിച്ചപ്പോൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ അതൊരു രക്തസാക്ഷിത്വത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാകും. രക്തസാക്ഷിത്വത്തിലേക്ക് അയ്യന്തോളിനെ ചുവട്ടിൽ മുക്കിയ രക്തസാക്ഷിത്വത്തിലേക്ക് എത്തിച്ചേർന്ന സുദീർഘമായ സംഭവ പരമ്പരകളുടെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ വീടും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓർമ്മയിൽ നിന്നായിരിക്കും ആ കഥ മുൻവിധിയോട് കൂടിയിട്ടാണ് ഞാനത് വായിക്കാൻ കഴിയും. എൻ്റെ മുൻവിധി ഞാൻ കടന്നു പോവുകയും ഇത് മറ്റൊരു ഒന്നായി മാറുകയും ദൈവദർശനം വായിച്ച് തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ദാസൻ എന്ന കഥാപാത്രമായി ഞാൻ മാറി. കാരണം എന്താണ്, ഒരു ദിവസം
ഞാനുമായി വഴക്കിട്ട് ഇറങ്ങിപ്പോയി. എൻ്റെ ഒരു സുഹൃത്ത് പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞ് എന്നെ വിളിച്ച് പറയുന്നു, നീ മരിച്ചു പോയത് ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു. ഇതെനിക്ക് ഭയങ്കരമായൊരു ജീവനിലും അതുപോലെ നമ്മുടെ ഹരീഷ് വക്കീലിനൊക്കെ അറിയും, ആരാണ് പറഞ്ഞത് എന്നുള്ളത് അറിയും. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ അവിടെ പരാമർശിക്കുന്നില്ല. അത് ദാസൻ എടുത്ത പോലെ ഒരു സരസമായി എടുക്കാൻ എനിക്ക് കഴിയില്ല. എനിക്ക് ഭയങ്കരമായൊരു ഉത്കണ്ഠ, എനിക്കെന്തെങ്കിലും സംഭവിക്കുമെന്ന് ഉത്കണ്ഠ ബാധിച്ചു. ഞാൻ ഭയങ്കര ആശങ്കാകുലനായി മാറി. അതുപോലെ ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് വായനശാല. ഇപ്പോൾ നമ്മുടെ ചേട്ടൻ പറഞ്ഞു വായനശാല. അപ്പോൾ നമ്മൾ ദയാ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വഹിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ പഴയ കാലത്ത് ഒരുപാട് സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റുകളും അതുപോലെ പിന്നെ സ്പോർട്സ് ക്ലബ്ബുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ താമസിച്ച സ്ഥലം കണ്ണോമന എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ക്ലബ്ബ് വായനശാല വിദ്യാലയം, വായനശാല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ്. നല്ലൊരു ഫുട്ബോൾ ടീമുണ്ട്. ഒരുപാട് പ്രതിഭാധനന്മാരായിട്ടുള്ള ഫുട്ബോൾ കളിക്കാർ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഈ പ്രദേശത്ത് പ്രസന്നൻ ഉൾപ്പെടെയുള്ള നല്ല ഫുട്ബോൾ താരങ്ങളുണ്ട്. അപ്പം അതിലെ പ്രസന്നനെ ഇവിടെ നമ്മുടെ പ്രദേശത്തൊക്കെ അറിയാം, കുതിര പ്രസന്നൻ എന്നാണ് അറിയുന്നത്. അദ്ദേഹത്തിന് കുതിരയുണ്ട്. അദ്ദേഹം ഫുട്ബോൾ കളിക്കുമ്പോൾ ഓടുമ്പോൾ ഫുട്ബോളിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ റണ്ണിങ് ഒരു കുതിര കുതിക്കുന്നത് പോലെ കുതിച്ചിരുന്നത്. ഇപ്പോൾ ഇവിടെയാണ് താമസിക്കുന്നത്, ഇപ്പോൾ പനമുക്കിലാണ് താമസിക്കുന്നത്. അതുപോലെ പള്ളവിൽസൻ എന്ന് പറയുന്ന ഒരു ഭയങ്കരനായ പ്രതിഭയായിട്ട് ഒരു താരം പവർട്ടായിട്ടുണ്ടായി. അതുപോലെ നമ്മുടെ പാമ്പൂര് കാരാമൂട് പാമ്പൂർ എന്ന് പറയുന്ന ഒരു വലിയ ക്ലബ് ഉണ്ടായിരുന്നു. ഇപ്പം ആ ക്ലബില്ല. ആ ക്ലബിൽ ബാബു എന്ന് പറയുന്ന ഒരു താരം ഉണ്ടായിരുന്നു. വടുക്കരയിൽ ബിന്ദുക്കുട്ടൻ, അതുപോലെ നമ്മുടെ ഞാൻ താമസിച്ച സ്ഥലത്ത് സുരേഷ് എന്ന് പറയുന്ന ഒരു താരം. എത്രയോ താരങ്ങൾ നമ്മുടെ നാട്ടിൽ. അവരൊന്നും ആരും അയ്യമ്മിനെ പോലെ വലിയ താരങ്ങളായി മാറാനോ അല്ലെങ്കിൽ വലിയ മാധ്യമ ശ്രദ്ധയിലേക്ക് അവരൊന്നും വരാനോ ഒന്നും സാധിച്ചില്ല. ഒരുപക്ഷെ അവർക്ക് ആരെങ്കിലും കൈകൊടുക്കാൻ MC രാധാകൃഷ്ണൻ മാസ്റ്റർ പോലെ അയ്യപ്പനെ കൈകൊടുത്തതുപോലെ ആരെങ്കിലും കൈകൊടുക്കാൻ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ പ്രതിഭകളായി മാറുമായിരുന്നു. ഈ കഥകൾ മുഴുവൻ നമ്മളുമായി ചേർന്ന് നിൽക്കുന്നതാണ്, നമ്മുടെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്നതാണ്. വായിച്ചു കഴിഞ്ഞ പുസ്തകം അടച്ചു വെച്ചാൽ അതിൻ്റെ കഥാപാത്രങ്ങൾ ആ പുസ്തകങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിലേക്ക് എത്തുകയും മനസ്സിൽ നിന്നത് ഒരിക്കലും പുറത്തേക്ക് പോകാൻ കൂട്ടാക്കാതെ നമ്മുടെ മനസ്സിൽ തന്നെ അനുകരിക്കുകയും ചെയ്യുന്ന കഥാപാത്രങ്ങളാണ് ലാലേട്ടൻ്റെ കഥകളിലെ കഥാപാത്രങ്ങൾ. എൻ്റെ മാസികയ്ക്ക് വേണ്ടി കഴിഞ്ഞ സുഹൃത്തുക്കളിൽ അദ്ദേഹം വലിയൊരു അനുഭവപ്പെടുത്തി തന്നിരുന്നു. അതുപോലെ വ്യക്തിപരമായ അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് ഓടി വരികയും അച്ഛൻ്റെ എല്ലാ മരണാന്തര ചടങ്ങുകളിലും വളരെ സജീവമായി കാര്യങ്ങളൊക്കെ ഇടപെടുകയും ചെയ്തൊരാളാണ് ലാലേട്ടൻ്റെ അച്ഛൻ. അദ്ദേഹത്തിൻ്റെ കഥകളെക്കുറിച്ച് എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. എല്ലാവിധ ആശംസകളും കാര്യങ്ങളും. എല്ലാ കഥകളും വായിക്കാൻ കഴിയുന്ന പുസ്തകം വായിക്കാൻ ഇപ്പോൾ വായിച്ച കഥകളെ കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഒന്ന്, ഈ അദ്ദേഹത്തിൻ്റെ കഥാപരിസരം എന്ന് പറയുന്നത് ചരിത്രമാണ്. നമ്മൾ എനിക്കും അനുഭവപ്പെട്ടിരിക്കും, ഒരുപക്ഷെ എൻ്റെ അച്ഛനോ ഒക്കെ അനുഭവപ്പെട്ടിരിക്കാവുന്ന ഒരു പ്രാദേശിക ചരിത്രമാണ്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോ അതുപോലെ SNDPയുടെ ചരിത്രം, ക്ലബുകളുടെ ഒക്കെ ചരിത്രമാണ്. വളരെ സജീവമായ ഒരു കാലത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് ഓർമ്മകളെ വീണ്ടെടുക്കാം. ഓർമ്മകൾ വീണ്ടെടുക്കുന്ന പരിസരം എന്താ പറയുക, കഴിഞ്ഞ പോലെ ഇവിടെ നിന്നാണ്, ഈ കാലത്ത് ഇപ്പോൾ നിന്നുകൊണ്ടാണ് ഓർമ്മകൾ വീണ്ടെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു കാലിക പ്രസക്തിയും ചരിത്ര പ്രാധാന്യം നമുക്ക് മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ള ഒരു മാർഗനിർദ്ദേശം നൽകുന്നുണ്ട്. ഒരു കഥാക്ക് മാർഗനിർദ്ദേശം നൽകുന്നതല്ല ഒരു കഥാസമാഹാരം. പക്ഷെ നമ്മളത് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ കഥ, അതായത് പെട്ടെന്ന് ഓർമ്മയില്ല, വെയിൽ കാറ്റ് വരയ്ക്കുമ്പോൾ എന്ന് പറയുന്ന കഥ, അതൊരു ചോദ്യം ഉന്നയിക്കുകയാണ്, അല്ലെങ്കിൽ അതൊരു പ്രതിസന്ധി കാണിച്ചു തരുന്നുണ്ട്. ഒരു
കക്ഷിയുടെ ചരിത്രം, അതായത് അച്ഛനുമായി അത്രയേറെ ബന്ധമില്ലാത്ത ഒരാൾ അയാളുടെ അച്ഛൻ്റെ ചരിത്രം മറ്റൊരാളോട് അയാളുടെ സ്ഥലത്ത് വന്നറിയാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് അയാളുടെ അച്ഛൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഒരു പോരാട്ടത്തിൻ്റെ ചരിത്രമാണ്. നമ്മളത് അതുപോലൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു വന്നത്. നമുക്കിപ്പോൾ എൻ്റെ പ്രായത്തിലുള്ള ആളുകൾക്കൊന്നും അതിന് മുന്നത്തെ ഒരു ചരിത്രത്തെ കുറിച്ച് അറിയില്ല. ആ ചരിത്രത്തിൻ്റെ പ്രതിസന്ധിക്കുള്ള മറുപടി വരുന്നത് ദൈവദർശനത്തിലാണ്. ദൈവദർശനത്തിൽ ദാസൻ എന്ന് പറയുന്ന കഥാപാത്രമോ അല്ലെങ്കിൽ അവർ പറയുന്ന കഥാപാത്രം ഒരു കാലഘട്ടത്തെ പ്രക്ഷുബ്ധമായി കൊണ്ടുപോവുകയും എങ്ങനെയാണ് അവർ ജാതി ഇല്ലാത്തൊരു സമൂഹത്തിൻ്റെ ഭാഗമായി വളർന്നതെന്നും അവിടെ ശ്രീനാരായണ സംഘം എന്ന് പറയുന്ന ആശയം പ്രവർത്തിച്ചിരുന്നതെന്നൊക്കെ ചൂണ്ടിക്കാണിക്കുകയും അത് ഇല്ലാതാവുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ നമ്മൾ സംക്രാന്തിക്ക് ചൂട് കളയുന്ന ഒരു സ്ഥലത്ത് പാർട്ടി വരികയും ആ ഫ്ലാറ്റിൽ സമൂഹത്തിൽ അധസ്ഥിതനായ ഈ ദാസൻ എന്ന് പറയുന്ന ആൾക്ക് ഫ്ലാറ്റ് ലഭിക്കില്ല എന്നൊരു അവസ്ഥ വരികയും ചെയ്യുന്ന ഒരു സമൂഹം. ആ സമൂഹം എന്നത് ഇപ്പോഴാണ്. എന്നാൽ ദാസൻ പ്രവർത്തിക്കുന്ന സമൂഹത്തിൽ അതുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇതിലും രൂക്ഷമായ ഒരു കാലത്തെ അയാൾക്ക് നേരിടാൻ കഴിയുന്നു. അതിൽ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു വസ്തുതയാണ് കുടിയിറക്കപ്പെടുന്ന ദൈവങ്ങളല്ല, ദൈവങ്ങളെ ആരാധിച്ചിരുന്ന അല്ലെങ്കിൽ അവരെ ഉപാസിച്ചിരുന്ന ചില മനുഷ്യർ. ആ മനുഷ്യർ കുടിയിറക്കപ്പെടുകയും അവിടെ വേറൊരു പുരോഹിത വർണ്ണം കയറുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഇപ്പോൾ വളരെ പ്രസന്നമായിട്ട് കാണാവുന്ന കാര്യങ്ങളാണ്. എൻ്റെ തന്നെ തറവാട്ടമ്പലത്തിൽ ഞങ്ങളുടെ വീട്ടിലുള്ള ആളുകൾ പൂജ ചെയ്തിരുന്ന ഒരു സമയത്ത് ഇപ്പോൾ കൊല്ലത്തിൽ ഒരിക്കൽ എന്താ പറയുക താന്ത്രിക വിദ്യകൾ പഠിച്ച ഒരാൾ പൂജ ചെയ്ത് വരികയും അത് എന്താ പറയുക ഒരു ആചാരമായി മാറി അതിന് പിൻപറ്റുന്ന ഒരു സമൂഹമായി പോവുകയും ചെയ്തിരുന്നു. ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടായിട്ടില്ല. അങ്ങനെ പൂജകളുണ്ടാവാറ്, പക്ഷേ ഇങ്ങനെ താന്ത്രികർമ്മം ചെയ്തിട്ട് ഒരാൾ വരണം, അവിടുത്തെ ദൈവത്തെ മാറ്റിമായ ഒരാളും പ്രതിഷ്ഠയായിട്ട് വരുന്നു. അങ്ങനെ അത് ശരിക്കും കാലഘട്ടത്തെ അടയാളപ്പെടുത്തുകയും ആ കാലഘട്ടത്തെ അതിനേക്കാൾ രൂക്ഷമായ പ്രശ്നങ്ങൾ എങ്ങനെയാണ് സമൂഹം മറികടക്കുന്നതിനുള്ള ഈ രണ്ട് കഥകൾ തമ്മിൽ പറഞ്ഞു വയ്ക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ കുടിയേറക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു ആശയം എങ്ങനെയാണ് ആളുകൾ, അതായത് ബിംബങ്ങളെ സ്വന്തമാക്കിയിട്ട് അതിൻ്റെ കൈവശക്കാരായ ആളുകളെ ഒഴിവാക്കുന്നത് എന്നുള്ളത് ഒരു ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. പിന്നത്തെ ഒരു കഥ അതിൽ തന്നെ ജാതിയെക്കുറിച്ചുള്ള അവസാനത്തിൽ ജാതിയില്ലാത്ത സമൂഹത്തിന് അവസാനത്തിന് ഈ പരസ്പരം സംസാരിക്കുന്ന രണ്ടുപേര് തമ്മിൽ അതിലൊരാൾ അവസാനം മനുഷ്യരൊക്കെ വല്ലാത്ത ജാതി എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് ആ ജാതി എന്താണെന്ന് ചോദിക്കുന്നത് നമ്മുടെ നാച്ചുറലിൻ്റെ ജാതിയാണോ, അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൻ്റെ ജാതിയാണോ, അതോ വീണ്ടും നമ്മൾ പഴയ രീതിയിലുള്ള ജാതി മതചിന്തകളുടെ ജാതിയാണോ എന്നൊക്കെ നമുക്ക് ആലോചിക്കേണ്ടി വരും. പിന്നെ ഈ കഥകളിൽ ഒരു കഥ ബിഷപ്പിനെ അല്ലെങ്കിൽ ദാരിദ്ര്യത്തെ കുറിച്ച് തുടങ്ങിയാണ്. അതൊക്കെ പറയുമ്പോൾ ഞാൻ ദാരിദ്ര്യം എന്തൊക്കെ അനുഭവിക്കാത്ത എനിക്ക് പെട്ടെന്ന്, പക്ഷെ അച്ഛൻ പറയുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അമ്മ പറയുന്ന കാര്യങ്ങൾ ഒക്കെ ദാരിദ്ര്യം വലിയ സത്യമായിരുന്നു എന്നുള്ളത് ഓർമ്മപ്പെടുത്തില്ല. അത് കഴിഞ്ഞ തലമുറ ഈ അടുത്ത കാലം വരെയെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ദാരിദ്ര്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവരുടെ തലമുറ വരെയെങ്കിലും ദാരിദ്ര്യം സത്യമായിരുന്നു എന്ന് പറയുന്നത് കാര്യം. ഇപ്പോൾ അച്ഛൻ പറയാൻ സ്കൂളിൽ പഠിക്കുന്ന കമ്പനിയാണ്. പിന്നെ അമ്പലത്തിലെ ശാന്തി, അതായത് ശാന്തി അച്ഛൻ ചെറുതെ കൊടുക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പണം എടുക്കണം. അത് പണം കഴിഞ്ഞാൽ ശാന്തിയാണ് പണം. അതിന് അച്ഛൻ കഴിക്കും, അത് ബാക്കി എനിക്ക് വയ്ക്കും, പൂജയ്ക്ക് വയ്ക്കും അച്ഛൻ, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ സാധാരണമായ ഭാഷയിൽ വളരെ സാധാരണമായ പരിസരത്തിൽ ഒക്കെ ചെയ്യുന്നു എന്ന് പറയുന്നത് ആ സാഹിത്യത്തിൻ്റെ മേന്മ കൂട്ടുന്നുണ്ട്. പിന്നീട് പറഞ്ഞില്ലേ നമ്മളൊരു ഫോൺ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ്, ഈ രീതിയിലുള്ള ആളുകളുടെ വ്യക്തിപരമായിട്ടുള്ള വിഷമങ്ങൾ അല്ലെങ്കിൽ ഏകാന്തതയൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഈ രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നു. അതൊരു പുതിയ അനുഭവമാണ്, നമുക്ക് പണ്ടില്ലാത്തൊരു അനുഭവമാണ്. നമുക്കിപ്പോൾ ഏകാഗ്രതയായിരുന്നു നേരങ്ങൾ സംസാരിക്കുന്നത്, അത് പല കാര്യങ്ങളും പറയാനും നമ്മുടെ രസങ്ങൾ പൊട്ടിക്കറിയുന്നതൊക്കെ സാങ്കേതിക വിദ്യയിലൂടെയൊക്കെയാണ്. അപ്പോൾ ആ ഒരു മാറ്റം ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ പുരോഗമന സാഹിത്യം ഉണ്ടാവുന്നതൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യന് മുന്നോട്ട് പോകാനുള്ള
2 കഥകളുടെ തിരഞ്ഞെടുക്കും. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ആ ഒരു കഥ എഴുതാം. അതായത് പണ്ട് കാലത്ത് എന്താ ഭൂരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് കൃഷി ഇല്ലാതായത്, അല്ലെങ്കിൽ ആ കൃഷി ഇല്ലാതായ മൂലം തകർന്നുപോയ സമൂഹം, അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് കഥകൾ എഴുതാം, കഥാപരിശ്രമം നടത്താം. അതൊന്നും അല്ലാതെ നമ്മൾ എങ്ങനെയാണ് കൂടുതൽ സ്വാതന്ത്ര്യം, കൂടുതൽ അവകാശങ്ങൾ നേടിയിട്ടുള്ള കഥാപരിശ്രമങ്ങൾ നടത്തുന്നതിലൂടെ അതൊരു പുരോഗമന പ്രവർത്തനമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഈ കഥകൾ പുരോഗമന കഥകളാണ്, പുരോഗമന സാഹിത്യമാണെന്ന് പറഞ്ഞത് ഞാൻ അതിനായിട്ട് ബന്ധപ്പെടുന്ന ചെറിയ സന്ദർഭം മാത്രം പറഞ്ഞിട്ട് മാറാറുണ്ട്. അവസാനിപ്പിക്കണം. കഥകളിലേക്ക് ഞാൻ കൂടുതൽ കിടക്കുന്നു പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിന് മുമ്പായിട്ട് 2 പേരെ സ്മരിക്കുന്നുണ്ട്. അറിയില്ല, ജയച്ചിൻ്റെ ഭാവനായി കഥയുടെ ഞാൻ വീട്ടിൽ 87 കാലഘട്ടത്തിലേക്കാണ്. ഞാൻ 87 ഒരു വർഷം. അതിന് മുമ്പ് രാവിലെ കോളേജ് ജീവിതത്തിൽ അവസാനിച്ചു പോയി. ആ കാലഘട്ടം മുതൽ അറിയും സുഹൃത്തുക്കളെ സമാധാനം പഠിക്കുന്ന കാലത്ത് വായിച്ചതാണ്. അത് ചേർത്ത് വായിക്കുന്നത് ആ ചെറിയ ഗ്രാമത്തിൻ്റെ ആളുകളും തന്നെ ഈ കഥ എഴുത്തിൻ്റെ ഒരു വലിയ ലോകത്തിലേക്ക് കടന്നു വരുമെന്ന് ഞാൻ ഉറപ്പുണ്ട്. ചേർത്ത് വയ്ക്കുന്നത് എ കെ ബാലൻ്റെ പ്രദേശത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടി ആ സ്ഥലത്ത് പറഞ്ഞു വരുന്നു. അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെതായ എ കെ എൻ്റെ അമ്മയുടെ ഈ 1900 പലപ്പോഴും അദ്ദേഹത്തിന് എനിക്ക് നേരിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പല പദയാത്രകളും ഇന്ത്യയുടെ ക്രിസ്ത്യൻ കൂടിയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് രാജ്യത്തിൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സംഘടന 1988 സാഹിത്യ അക്കാദമിയുടെ ഒരാളാണ്. അപ്പോൾ അതിൻ്റെ ഒരു 2011 നടത്തിയ ജയന്തിൻ്റെ ഒരു സർവകലാശാലയിൽ ബന്ധപ്പെട്ടാണ് വീണ്ടും രാജ്യം കാണുന്നത്. അപ്പോൾ എഴുത്തിൻ്റെ ഭൂമിയിൽ നിന്ന് കുറച്ച് പിന്നാക്കം പോയി നിന്നൊരു കാലഘട്ടത്തിലാണ് ഞാൻ വീണ്ടും രാജ്യം അന്വേഷിച്ചു പോകും. വീണ്ടും പുരസ്കാരത്തിൻ്റെ നിറവിലേക്ക് വരുന്ന രാജ്യം നമ്മുടെ മുന്നിലേക്ക് വീണ്ടും നിന്നു. അപ്പോൾ ഇത്രയും 30-35 വർഷത്തെ കാലങ്ങളുണ്ട്. ഒരുപാട് എഴുതി കൂട്ടാമായിട്ട് പോലും വളരെ ശുഷ്കമായിട്ട്, വളരെ ശുഷ്കം എന്ന് പറയുന്ന എണ്ണത്തിലാണ് വളരെ കുറച്ച് പുസ്തകങ്ങൾ മാത്രമാണ് എഴുതി. അതിനെല്ലാം വിലയിരുത്താനുള്ള സമയമില്ല. അപ്പോൾ ഞാൻ വായിച്ച പുസ്തകത്തിൽ ഈ പുസ്തകത്തിലുള്ള ഉദയാസൻ സ്പോർട്സ് ക്ലബിലെ കാര്യം മാത്രം പറഞ്ഞു. അതിൽ ചേർക്കുന്ന കഥാപാത്രം. അപ്പോൾ നമ്മൾ കളിച്ചു വളർന്ന് ഞങ്ങൾ പഠിച്ച സ്കൂളാണ്. ഈ ഗ്രൗണ്ടാണ് ഞങ്ങളെല്ലാം പങ്കുകളിക്കുക. ഉച്ചയും കളിക്കും, വൈകിട്ടും കളിക്കും, ഫുൾ ടൈം പങ്കുകളിക്കുക. അപ്പോൾ ഈ സെവൻസ് നടക്കുന്ന പരിഹാരങ്ങളുടെ ഗ്രൗണ്ടിൽ പലപ്പോഴും നേരത്തെ തന്നെ ഇതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും സ്കൂളിൽ ആലോചിച്ച് കളി കണ്ടിട്ടുള്ളതാണ്. അന്ന് കളിച്ചിരുന്ന ഒരുപാട് അവിടെ പോയി എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരുടെ ഓർമ്മയിൽ നിന്നും പ്രഗത്ഭരായിട്ട് കളിക്കുക. അവരുടെ മേലോട്ടുള്ള ഗതികളൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ ജീവിക്കാൻ മാറില്ലാതെ പലവഴി തിരിഞ്ഞു പോകുന്നു. അതോടൊപ്പം തന്നെ കൂടി സന്തോഷത്തോടെ അതിലേക്ക് വരുന്നു. ആ കാലഘട്ടത്തിൽ നമ്മൾ 500 ഗ്രൗണ്ടിലാണ് ഈ കളി കേൾക്കാൻ പോയി. അവിടെ അനൗൺസ് മറ്റേ മൈക്കിൾ റേഡിയോ ഒന്ന് 6 മണിക്ക് ഓണിച്ച് കളിയിൽ ദിവസം നേരത്തെ അപ്പോൾ റണ്ണിങ് കമൻട്രിയൊക്കെ കേട്ട് ഒരു കാലം ഒക്കെ എല്ലാ ഭൂതകാലങ്ങളിലേക്ക് കടന്നു വരുന്നു. പലരും സേവർ വൈസിനെ കുറിച്ച് പറയുന്നത്, വെങ്കരായനെ കുറിച്ച് പറയുന്നത്, എൻമാസിനെ കുറിച്ച് പറയുന്നത്, സേവർ വൈസ്, അതുപോലെ തന്നെ അന്നത്തെ മണി, ക്യാപ്റ്റൻ മണി, അതുപോലുള്ള നജീബ്, പിന്നെ അങ്ങനെയുള്ള എല്ലാവരുടെ കുറിച്ച് അത് ഞങ്ങൾ മെമ്മറിയിൽ എടുക്കുന്ന ഒരു കാലഘട്ടം. ആ ഘട്ടത്തിലേക്ക് തിരിച്ചു പോക്കാണ് ഈ ചെറുപ്പ് എന്ന കഥാപാത്രങ്ങളുടെ. അതൊരു നിർമ്മിതിയാണ്. ആ നിർമ്മിതി 2 നിർമ്മിതിയാണ്. ചെറുക്കുന്ന കഥാപാത്രം 2 പുതിയ ആക്ഷൻ ഫോഴ്സുകൾ വന്ന് ആക്കിയിട്ടുണ്ട്. ആ 2ഉം അവസാനം വരുമ്പോൾ ആ സ്ഥലത്തില്ല. അത് 2ഉം സൃഷ്ടിച്ച ആ തലങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് വളരെയധികം പ്രാതിനിധ്യം നടത്തുന്ന ഓർമ്മകളാണ്. അപ്പോൾ അത്തരം എഴുത്തിലേക്ക് പോകുമ്പോൾ അത് പഴയ ഒരു എഴുത്തായിട്ടല്ല കാണുന്നത്. പുതിയ കാലഘട്ടത്തിലേക്കുള്ള വായനയായിട്ട് കൂടി നമ്മൾ സന്നിവേശിക്കണം എനിക്ക് പറയാം. കേരളത്തിൽ അദ്ദേഹത്തിന് അക്കാദമി അവാർഡ് ലഭിച്ച പുരസ്കാരത്തിൽ ആശംസകൾ അറിയിക്കുന്നു. 2 വാക്കുകൾ സംസാരിക്കാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ച നമ്മളുടെ ഗ്രാമീണ വായനശാല ഭാരവാഹികൾ എന്ന് പറയുന്നത്, അതോടൊപ്പം PG വായന എന്ന് പറയുന്ന പുതിയൊരു സംവിധാനം ഇവിടെ ആരംഭിക്കുന്നതെന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യം. ഒരു ഗ്രാമത്തിൻ്റെ വളർച്ചയും ഭാഗപരമായിട്ടുള്ള
ഒരുപാട് സംഭാവന ചെയ്യാൻ കഴിയട്ടെ ഈ കാലഘട്ടത്തിൽ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. രാജനത്തിൽ കൂടി നന്ദി എഴുത്ത് ഇപ്പോൾ അടുത്ത് സംസാരിച്ചപ്പോൾ അടുത്ത ഞങ്ങളുടെ പ്രസിഡന്റ് രാജാണ് MT അനുസരണമാണ് അധികം അന്ന് വരാം. അടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു എട്ട് മുന്നോട്ട് പറഞ്ഞു എട്ട് ഇനിയിപ്പോൾ എട്ടിലേക്ക് കിടക്കണം മുഴുവനായിട്ട്. അപ്പോൾ വളരെ ശക്തമായിട്ടുള്ള പ്രമേയങ്ങളായിട്ട് ചെറുകഥ എന്നുള്ള ഒരു സാഹചര്യത്തിൽ അതിന് ഒരിക്കലും ഒരിക്കൽ പറഞ്ഞത് ഞങ്ങൾ ക്ലാസ്സിലെത്തുമ്പോൾ മരിക്കുന്നു എന്ന വളരെ പുതിയതല്ല. മനുഷ്യർക്കുള്ള കാലം സാഹിത്യത്തിലെ അതിശക്തമായി മതിയുന്നത് എന്നാണ് എനിക്ക് ക്ലാസ്സുകൾ പറഞ്ഞത്. അതുപോലെ തന്നെ എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ല വേദിയിലുള്ള പ്രിയപ്പെട്ടവരെ, കഥയെക്കുറിച്ച് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. കഥ അദ്ദേഹത്തിൻ്റെ ഈ പുതിയ ആശംസ സ്പോർട്സിലൊക്കെ മാത്രമല്ല, അദ്ദേഹത്തിന് അതിനുശേഷം ഇറങ്ങിയിട്ടുള്ള 39 കഥകളുടെ സമാഹാരം കഥകളെല്ലാം തന്നെ വായിച്ചു. ഓരോ കഥയെക്കുറിച്ചും അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ അത് പങ്കുവയ്ക്കാനുള്ള സമയമില്ല. കഥ വായിക്കുന്നതോടൊപ്പം തന്നെ കഥകൾ ഇടയിൽ വായിക്കുക എന്നുള്ളൊരു പ്രോഗ്രാം നടത്താറുണ്ട്. അങ്ങനെ ഈ മാധവൻ മാഷ്, അതായത് കോവിലായിട്ട് ഒരുപാട് കഥകളുണ്ട്. എല്ലാ കഥകളും അങ്ങനെ കഥകൾ ഇടയിലൂടെ വായിക്കാം. അത് കഴിവുള്ള കഥാകൃത്തുക്കളുടെ ഒരു പരിപാടി കൂടിയാണ്. ഇപ്പോൾ ഷേക്സ്പിയറിൻ്റെ ഒരു വേഴ്സ് ഒരു വാദ്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ഒരു നാടകത്തിലെ ഒരു വാദ്യം പോലും വിശദീകരിക്കാൻ 6 പേജ് തന്നെയും 6 പേജോട് മതിയാവില്ല. അല്ലെങ്കിൽ MN വിജയൻ്റെ ഒരൊറ്റ വാദ്യം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ചരിത്രവും മറ്റു കാര്യങ്ങളും വിശദീകരിക്കാൻ ഒരുപാട് സമയം വേണ്ടി. അത് ഈ ആ ഒരു അനുഭവം ഇദ്ദേഹത്തിൻ്റെ കഥകളിൽ ഞാൻ കണ്ടു. അത് ഒറ്റ കാര്യം മാത്രം, ഒരു കഥയിലെ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. അത് മാധവമാഷ മരണവുമായി ബന്ധപ്പെട്ട കോവിഡായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയുണ്ട്. ആ കഥയിൽ പറയുന്നുണ്ട്, ആദ്യം കോവിഡായിട്ട് ബന്ധപ്പെട്ട് ഒരാൾ മരിച്ചു. അപ്പോൾ നമ്മളെല്ലാവരും ആദ്യം പോകണം. കോവിഡായിട്ട് ബന്ധപ്പെട്ട് COVID-19 ബന്ധപ്പെട്ട ഒരാൾ മരിച്ചു. അത് മരണം 2 പിന്നെ 3 പിന്നെ ഇങ്ങനെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണം കൂടുമ്പോൾ പിന്നെ നമ്മൾ ആ അത്ഭുതം തന്നെ കുറഞ്ഞു വരും. ഒരു രാജ്യത്ത്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ ആദ്യം ക്വാറന്റൈൻ എന്നുള്ള വാക്ക് കേട്ടത്, അതായത് കോവിഡ് കാലത്താണ് നമ്മൾ കേട്ടുള്ളത്. പക്ഷെ അതിന് മുമ്പ് ക്വാറന്റൈൻ എന്നൊരു വാക്ക് കേട്ടു. ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞിട്ട് ജോസ് സാർഗോവന്റെ ഒരു അന്ധത എന്ന് പറഞ്ഞ ഒരു നോവൽ, അദ്ദേഹം നോബൽ പ്രൈസ് വിന്നറാണ്. അദ്ദേഹത്തിന്റെ കഥയിൽ ഒരാൾക്കൊരു അന്ധത ബാധിക്കണം. അന്ധത ബാധിച്ചതിന് ശേഷം ആ അന്ധത മറ്റൊരാളിലേക്ക് മാറണം, പകരണം. അങ്ങനെ അത് ഒരാൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സിഗ്നലിൽ വെച്ച് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിഗ്നലിൽ വെച്ച് അയാൾക്ക് അന്ധത ബാധിക്കും. അങ്ങനെ ആ അന്ധത അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക്, കുട്ടികൾക്കും സമൂഹത്തിലെല്ലാം പടർന്നു പിടിക്കുകയാണ്. അങ്ങനെ അവരെ ക്വാറന്റൈനിലാണ്. അപ്പോൾ അവിടെ ക്വാറന്റൈൻ എന്നുള്ള വാക്ക് ആദ്യം കേൾക്കുന്നത്. ആ ക്വാറന്റൈനിലാക്കുമ്പോൾ ആ ക്വാറന്റൈനിലുള്ള സെക്യൂരിറ്റി എടുക്കുന്നവർക്ക് പോലും അന്ധത ബാധിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരുപാട് പേർക്ക് അന്ധത ബാധിച്ചപ്പോൾ അതൊരു വിഷയമല്ലാതായി മാറും. നമ്മുടെ ഇന്നത്തെ സമൂഹമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ നമുക്കൊരു സമൂഹത്തിൽ ഒരു അനീതി നടക്കുമ്പോൾ നമ്മളെല്ലാവരും ഉച്ചത്തിലും ഒക്കെ അതിനെതിരെ പ്രതിഷേധിക്കും. 1-2 അനീതികൾ ഒരു 100 പേരിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ശബ്ദം നേരെ താഴും. 1000 പേരാകുമ്പോൾ ആരും ശ്രദ്ധിക്കേണ്ടാവില്ല. 2015 മുഹമ്മദ് അക്രൻ എന്ന് പറഞ്ഞ ഒരു മധ്യവയസ്കനെ അടിച്ചു കൊന്നു. പശുവിന്റെ മാംസം സൂക്ഷിച്ചു എന്നതിന്റെ പേരിൽ അടിച്ചു കൊന്നു. അന്ന് 28 പ്രതിഷേധമായിരുന്നു. ഒരുപാട് പേര് പ്രതിഷേധിച്ചു. ആ പ്രതിഷേധം ലോകത്ത് നാനാഭാഗങ്ങളിലെത്തി. പക്ഷെ ഇന്നത്തെ സ്ഥിതി, ഇന്ന് ഒരുപാട് പേര് പശുവിന്റെ പേരിൽ ആക്രമിക്കപ്പെട്ടു. ഈ കഴിഞ്ഞ മാസം ഒരു ബോഡിയിലുണ്ട് അടിച്ചു കൊന്നു. നമ്മളാരും പ്രതിഷേധിക്കുന്നില്ല. അതാണ് ഫാസിസത്തിന്റെ ഒരു ഗുണം. നമ്മളിലേക്ക് അറിയാതെ വ്യാപിക്കും. ഇതാണ് ഒരൊറ്റ വരിയിലൂടെ അദ്ദേഹം അവിടെ സൂചിപ്പിച്ച് നന്ദി അത് പറയാൻ വേദിയെന്ന എല്ലാവരും ഈ സംഘത്തിന്റെ അധ്യക്ഷതയുമായി ഭാഗമായിട്ട് നന്ദി പറഞ്ഞു. നമ്മുടെ പ്രിയങ്കരനായ എഴുത്തുകാരൻ ശ്രീ രാജന് ഇത്തരത്തിലെ അഭിനന്ദിക്കാൻ ഒരു വേദി ഒരുക്കിയ ഗവൺമെന്റ് കലാസംഘത്തിന്റെ സെക്രട്ടറി, അതുപോലെ തന്നെ ഗ്രാമീണ വായനശാലയുടെ സംഘാടകർക്ക് ഏറെ അഭിനന്ദനങ്ങളും നന്ദിയായിരുന്നു. ശ്രീ രാജന്റെ എഴുത്തുകളിലേക്ക് പോകുന്നില്ല, കഥകളിലേക്ക് പോകുന്നില്ല. അങ്ങനൊരു വലിയ
രാജനെന്ന എഴുത്തുകാരനെ രൂപപ്പെടുത്തിയ ഒരു സാഹചര്യം അദ്ദേഹത്തിൻ്റെ ഏത് രചന നോക്കിയാലും അതൊരു ഒരു ചുവപ്പിൻ്റെ രാശി നമുക്ക് കാണാൻ കഴിയും. ആ ചുവപ്പിൻ്റെ രാശി അല്ലെങ്കിൽ ആ ചുവപ്പ് പരിപാടി പകർന്നു വന്നത് അദ്ദേഹം ജനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന സാഹിത്യങ്ങളിൽ നിന്നാണ്. ഒരുപക്ഷെ രാജന്റെ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ രവീന്ദ്രനാഥ് ഒരു പ്രഗത്ഭനായ വിഷഗ്വരനായി അറിയപ്പെടേണ്ടത്. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങളുടെ ഭാഗമായി ബാങ്ക് ഉദ്യോഗം കിട്ടിയപ്പോൾ MBBS സീറ്റ് കിട്ടിയത് ഉപേക്ഷിച്ച് ജോലിക്ക് കയറേണ്ടി വന്ന ഒരു കുടുംബപശ്ചാത്തലം. അടിയന്തരാവസ്ഥയുടെ കരാള രാത്രികളിൽ ആ വീട്ടിന്റെ പുറകിൽ അച്ഛനെ കാണാൻ കഴിയാതെ ജയിൽവാസത്തിലേക്ക് പോലീസ് പിടിച്ചുകൊണ്ടുപോയി കാരാഗ്രഹത്തിൽ അടച്ച അച്ഛനെ കാത്തിരുന്ന കൊച്ചുമക്കളാണ് രാജ്യം ഉൾപ്പെടെയുള്ള സംഭവം. അത്തരത്തിലുള്ള അന്തരീക്ഷം ഏതൊരു കലാസൃഷ്ടിയും രൂപപ്പെടുത്തുന്നത് ആ സൃഷ്ടാവ് അല്ലെങ്കിൽ കലാകാരൻ അല്ലെങ്കിൽ ആ സാഹിത്യകാരൻ ജനിച്ചു വളരുന്ന സാഹചര്യങ്ങളിൽ ചങ്ങമ്പുഴയുടെ വാർത്തയായാലും തകഴിയുടെ കൃതികളായാലും ഒക്കെ അന്നത്തെ ഒരു സാമൂഹ്യ അന്തരീക്ഷമുണ്ട്. അതുപോലെ തന്നെ രാജ്യത്തെ കൃതികളിൽ നമുക്ക് എപ്പോഴും ദർശിക്കാൻ കഴിയുന്നതാണ് അന്നത്തെ അയ്യന്തോൾ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങൾ, ദൂർക്കരയും പുല്ലടിയും അതുപോലെ കർഷകർക്കൊക്കെ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ. അവിടെയൊക്കെ ഉയർന്നിരുന്ന ശക്തമായ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും എല്ലാം നിറഞ്ഞ പോരാട്ടത്തിന്റെ നടുവിലൂടെ നടന്നുകൊണ്ടാണ്. ആ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ അച്ഛൻ്റെ മകനായി തന്നെയാണ് ശ്രീ രാജൻ സാഹിത്യ രംഗത്തേക്ക് കടന്നുവന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ രചനകൾ ഇന്നത്തെ കാലം ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ കാലം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന ഒരു തലത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ അംഗീകാരങ്ങൾ രാജ്യം തേടി വരികയാണ്. ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ സാഹിത്യ രചനകളും കഥകളും ഉയരട്ടെ. അദ്ദേഹത്തിന് കൂടുതൽ ഉയരങ്ങളിലേക്ക് കടന്നു കയറാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വലിയ സംഘാടകർക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട്